പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജാനുഅമ്മ പറഞ്ഞ കഥ 3-ാം ഭാഗം അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ 13-ാമത്തെ കഥ തുടങ്ങിയിട്ടാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ജാനുഅമ്മ പറയുന്ന കഥകളിലേക്ക് പതുക്കെ കടക്കാം. 13. യുദ്ധം തുടങ്ങിയെന്ന് അച്ഛനായർ വന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ ഞാൻ അറിഞ്ഞൂന്ന്. എൻ്റെ അടുത്ത് ടി വി ഉണ്ട്, റേഡിയോനും ഉണ്ട്. രാത്രി മൂത്രം പിത്ത എണീക്കുമ്പോൾ കുറച്ച് നേരം കാക്കണം, ഉറക്കം കിട്ടുക. അപ്പോഴും ഞാൻ ടി വി കാണും. നേരം പോണ്ടേന്നു. ബാക്കിയുള്ളവരൊക്കെയും പുതപ്പിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി കിടക്കണ സമയമാണ്. ടി വിൻ്റെ ശബ്ദം കയറ്റാനും കുറയ്ക്കാനും എനിക്ക് വിശണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് വലിയ ഒരു കെട്ടിടത്തിൻ്റെ അകത്തേക്ക് ഒരു വിമാനം തള്ളിക്കയറണത്. കെട്ടിടത്തിൻ്റെ അകത്ത് പിന്നെ തീയായി പുകയായി. ശിവ ആള് ചാവണത് കാണിച്ചില്ല. അത് എൻ്റെ ഭാഗ്യം. എനിക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ നോക്കിക്കാണാനുള്ള താല്പര്യമല്ല. ഈ ജന്മം ഞാൻ ആരും കൊല്ലില്ല, അത് എനിക്കിഷ്ടമുണ്ട്. നിങ്ങളെന്തേ പറഞ്ഞത്? വാക്കോണ്ട് ഞാൻ ആളെ കൊല്ലുന്ന? എന്തിനാ നേരെ നിങ്ങൾ എന്നെപ്പറ്റി ഇത്ര മോശമായി പറയണത്? ഞാൻ ആരെയും കൊന്നിട്ടുമില്ല, ഇങ്ങോട്ട് കൊല്ലുമില്ല. ബോംബെയിൽ കമലൂട്ടി നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ മംഗലാപുരത്തുകാരൻ ജോസഫ് മരുന്നടിച്ച് കൂറെ കൊല്ലുമ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് ഓടിയായിരുന്നു. എനിക്ക് അവരുടെ പടച്ചിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എലിക്കണി പോലെ ഒരു കൂറക്കണി ഉണ്ടാക്കിയാൽ പോരെന്ന് ഞാൻ ചോദിച്ചു. ജോസഫ് തൊള്ള പൊളിച്ച് ചിരിച്ചായിരുന്നു. ഓൻ്റെ തൊള്ളൽ ഒതുങ്ങാത്ത വലിയ പലകപ്പല ഉള്ളത്. ഓൻ എപ്പോഴും ചിരിക്കുക തന്നെയാണ്. കാണുന്നവർക്ക് തോന്നുക ഓൻ ഈറ വരുമ്പോഴും തൊള്ളയുടെ മട്ട് കണ്ട എല്ലാവരും വിചാരിക്കും ഓൻ ചിരിക്കുകയെന്ന്. ജോസഫിനെ നിർത്തിയത് ചിന്നക്കുട്ടന് ഇറച്ചിയും മീനും വെച്ച് കൊടുക്കാനാ. 60 ഉറുപ്പ്യ ശമ്പളം, അടുക്കളയുടെ പുറത്തെ മുറിയും. ഓന് സുഖമായിരുന്നു. ഓൻ രക്ഷപ്പെട്ടു കേട്ടോ. ഓനെ സിനിമാ കമ്പനിയുടെ ഉടമസ്ഥൻ കൊണ്ടുപോയി 400 ഉറുപ്പ്യ ശമ്പളവും കൊടുത്തു. മൂത്ത് ചായം തേക്കാനും മീശ വെച്ച് കൊടുക്കാനും ഒക്കെ ആയി. ഓൻ മേക്കപ്പുകാരനായി. ഇവിടെ നിന്നിറന്ന ജോലിക്കാരൊക്കെ രക്ഷപ്പെട്ടു. കമലൂട്ടിയമ്മ പറഞ്ഞ ജോലി കൊടുക്കണ മനുഷ്യരാ ബോംബെയിൽ. നമ്മുടെ നാട്ടിലുള്ളവർക്കോ ആയമ്മ തീരെ ഇഷ്ടമില്ലാത്തത്. കാരണം ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയും. കൂനിട്ടെന്ന് കേട്ടിട്ടില്ലേ? അതന്നെ കാരണം. ബാക്കിയുള്ളവരെ അതിഞ്ഞ് മാറുന്ന എനിക്ക് തോന്നണില്ല. ഗുരുവായൂരെ നടക്കിൽ നിൽക്കുമ്പോൾ അവറ്റയ്ക്ക് ബാക്കിയുള്ളവർ നശിക്കണേന്ന് പ്രാർത്ഥിക്കാനേ അറിയൂ. ബാക്കിയുള്ള ജാതിക്കാരാ അവറ്റയ്ക്കും കൂനിട്ടുണ്ടാവും. പക്ഷേ അതിക്ക് ശരിയ. എനിക്ക് പരിചയമുള്ളവരെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. പരിചയമില്ലാത്തവരെ പറ്റി ഞാനൊന്നും പറയില്ല. യുദ്ധം ഞാനതങ്ങോട്ട് മറന്നുട്ടാ. അച്ഛനായർ പറയാ കോഴിക്കോട്ടും ബോംബിടുന്ന്. ആരാ ബോംബിടുകയെന്ന് ഞാൻ ചോദിച്ചു. താലിബാന്ന് പേരുള്ള ഒരു തുലുക്കന അത്ര ബോംബും കൊണ്ട് നടക്കണ്. രാവണൻ്റെ കോട്ടയിലേ വാലുമ്മൽ തീയും കൊളത്തി ഒരിക്കൽ ആനിമ എത്തില്ലേ, അതുപോലെയാ താലിബാൻ. അതിൻ്റെ മുഖം ടി വിയിൽ കണ്ട്. താടിക്കാരനാ, ഭംഗിയില്ല എന്ന് പറഞ്ഞൂടാ, നല്ല കണ്ണാ. എൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കണ പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം പറിച്ചു. ശിവ അതിനെപ്പോലെ ഒരു അസുരനെ കണ്ടാൽ ഞാൻ അപ്പോൾ കുഴഞ്ഞു വീഴൂ. അതിക്കശണ്ട. അച്ഛനായർ പറഞ്ഞു, ജാനമങ്ങള് ചേനയും കാച്ചിലും കപ്പയും നട്ടോളി. യുദ്ധം മൂത്ത അരിയും കിട്ടില്ല, ഗോതമ്പരിയും കിട്ടില്ല, പഷ്ണി കിടക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ വീട്ടിൻ്റെ പുറകുവശത്ത് ഒരു ഗുഹ കുഴിച്ചുണ്ടാക്കുക. ബോംബ് വന്ന് വീഴുമ്പോൾ ഗുഹയിൽ ഒളിച്ചിരിക്കുക. പറമ്പില്ലാത്തവരോ അവറ്റ ബോംബ് വീണ ചാവില്ലേ? അച്ഛനായർ ഉറക്ക ചിരിക്കുക. വീടും കൊടി ഒന്നുമില്ലാത്തവരെ കൊല്ലാനല്ലേന്ന് യുദ്ധം. അയാൾ പരമദുഷ്ടനാ. അച്ഛനായരേ ആറത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. താൻ ഗുഹ ഉണ്ടാക്കിയ അച്ഛനായരേ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പ്രായമായി, കളക്കാൻ വയ്യ. അതുകൊണ്ട് ബോംബ് വീഴുമ്പോൾ ഞാൻ നിങ്ങളുടെ ഗുഹയിൽ ഒളിച്ചോളാന്ന് അച്ഛനായർ പറഞ്ഞു. എൻ്റെ അടുത്ത ഗുഹയിലേ എൻ്റെ മക്കളും അവരുടെ കിടാങ്ങളും എത്രയും വിളിക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഗുഹയിൽ സ്ഥലം ഉണ്ടാവില്ല. അച്ഛനായർ അങ്ങോട്ട് ഇല്ലാണ്ടായി. യുദ്ധവിടങ്ങളിൽ വരുമ്പോഴേക്കും എനിക്ക്
കുറി കിട്ടുമെന്ന് നോക്കണം. സുനിയുടെ 3 പവൻ്റെ മാല പണയം വെച്ചത് എടുക്കണം. ആ മാല നേരെ ചൊവ്വിന് കെട്ടി ഏതെങ്കിലും കല്യാണത്തിന് പോവാ ഓൾക്ക് സാധിച്ചിട്ടില്ല. ഓളുടെ തന്തയാ പണയം വെച്ചത്. ഇങ്ങനെ ഒരു തന്ത ഉണ്ടായിട്ട് എന്താ ഗുണം? പരമദ്രോഹി. കുറി വിളിച്ചതിന് ശേഷം തൊഴുത്തും ഓടിടണം. ഓലയാവുമ്പോൾ എല്ലാ കൊല്ലവും മാറ്റണം. ഇപ്പോൾ പെരപ്പണി ചെയ്യണവരൊക്കെ കിട്ടാൻ പ്രയാസ. പണ്ടത്തെ പെരപ്പണിക്കാരെ പിള്ളേരൊക്കെയും ദുബായിൽ പോയി ആഫീസ് ജോലി ചെയ്യാണ്. പാടത്തിൽ കന്നിനെ പൂട്ടിയാർന്നവരുടെ മക്കളും ദുബായിലാണ്. ഒക്കെ ഈ ആഫീസുകാരാ. ഷർട്ടും കാലറി സൂസും കറുത്ത കണ്ണടിയും ഒക്കെയാ വേഷം. പണ്ടൊരാൾ പറഞ്ഞതുപോലെ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവൻ. ആരാ നിന്നോട് ചോദിക്കണ്ട, ഒരു നമ്പൂരിയാന്നാ കേട്ടത്. നമ്പൂരാർക്കല്ലേ ശ്ലോകം എഴുതാൻ താല്പര്യം? ഏതെങ്കിലും കോലോത്ത് കല്യാണം കഴിക്കും. പിന്നെ തമ്പുരാട്ടിയുടെ ചെലവിൽ ജമ്മം മുഴുവൻ 2 നേരം ശാപ്പിടും. ഊണ് കഴിഞ്ഞാൽ നട്ടുച്ച നേരത്ത് കോലത്തെ പൂമുഖത്ത് തൂണും ചാരി ഇരുന്നിട്ടല്ലേന്നും അവൻ്റെ ശോകം ചൊല്ലണത്. ഞാൻ കണ്ടിടക്കണു. കുളിയും ദേവാരോ 2 നേരം സദ്യ. തമ്പുരാട്ടിമാരുടെ സമന്തക്കാരാ. ആയിനും വേണം കുറച്ച് ഭാഗ്യം. തലയിലെഴുത്ത് നന്നാവണം. നമ്മുടെ ആണുങ്ങൾ എല്ല് വെള്ളാക്കി പണിയെടുക്കണം. 2 നേരം കഞ്ഞിക്കുള്ള വക കുടുംബത്തിലെത്തിക്കാൻ ജോലി ചെയ്ത് തളരുമ്പോഴാ കുറച്ച് കള്ള് കുടിക്കണ്. ഉറക്കം കിട്ടാനാ അവൻ്റെ അന്തിക്ക് കുടിക്കണ്. പണ്ടൊരാൾ പറഞ്ഞു അത്രേ, അധികമായ അമൃതും വിഷം. അമൃത അതെന്താ നിങ്ങൾക്ക് ശല്യേ? ഇത്രയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് അമൃതം എന്താണെന്ന് അറിയില്ല? അതിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. പാലാഴി കഴിഞ്ഞ വർത്താനം നിങ്ങൾ കേട്ടില്ലെന്നായരേ. അതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഏത് നാട്ടിലായിരുന്നു? ബിലാത്തിയിലോ അതോ അമേരിക്കയിലോ? ഇക്ക് ഈ പഴങ്കഥയും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. ഇക്ക് ഒരു കൂട്ടം പണിയോള് ചെയ്യാനുണ്ട്. ഒന്ന് പുളിയിഞ്ചി ഉണ്ടാക്കണം. ശർക്കര ഉരുക്കി അരിച്ചിട്ട് ഞാൻ പുളിയിഞ്ചിയിൽ ചേർക്കുക. ശർക്കരയിൽ അപ്പടി ചേറാ. ചിലപ്പോൾ ഇലയോ കൂറയുടെ ചകറും ഒക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉരുക്കണ്. എൻ്റെ പുളിയിഞ്ചിയുടെ സാധ അറിഞ്ഞവരൊന്നും മറക്കില്ല. നമ്മുടെ സവീനായിരില്ലേ, ബാങ്കിലും വലിയ ഓഫീസറാ. ദാസമേനോൻ്റെ കൂട്ടുകാരനാ. ശനിയാഴ്ച വന്നോർന്നു. ചോടുക്കുട്ടനില്ലേ നമ്മുടെ ജയസൂര്യൻ. അന്ന് കുട്ടിക്ക് 3-4 വയസ്സാ. കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ പൊതി CV നായർ കൊണ്ടുവരും. ഊണ് കഴിഞ്ഞിട്ടാ വരവ്. അതുകൊണ്ട് ചായയും പലരും കഴിക്കും. ചിലപ്പോൾ രാത്രിത്തെ ചപ്പാത്തി ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാനും ഒക്കെയും തിന്നും. എൻ്റെ കൂട്ടുകറി അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. കടലയുടെ കൂട്ടുകറി ബോംബെയിലെല്ലാവർക്കും വലിയ കാര്യം. എൻ്റെ കൂട്ടുകറി ഓണത്തിന് ഞാൻ അപ്പോഴാണ് എണീക്കാന്ന് നിങ്ങൾക്കറിയോ? 4 മണിയുടെ മുമ്പേ ഞാൻ എണീക്കും. പിന്നെ അങ്ങോട്ട് തുടങ്ങും തേങ്ങ ചെറുക്കലും കൊത്തമ്പാലി മുളക് അരക്കലും ഒക്കെ. കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, കായ, മെഴുക്ക് വരട്ടി ഒക്കെ ഉണ്ടാവും ഓണസദ്യക്ക്. വെപ്പ് കഴിഞ്ഞ് ഞാൻ കുളിക്കും. എന്നിട്ട് കോടിമുണ്ട് ചീറ്റും. ചോന്ന കരളമുണ്ടാക്കിയ ഇഷ്ടം. കമലൂട്ടിയമ്മയ്ക്ക് ചോന്ന ജാക്കറ്റാ തിരഞ്ഞെടുക്കുക. ജാന സുന്ദരിയാണ്. എല്ലാവരും പറയണതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. കമലൂട്ടിയമ്മ പറയുക, അതൊക്കെ ഒരു കാലമായിരുന്നു. ഞാൻ എന്നും ചെന്തൂരത്തിൻ്റെ പൊട്ടും തൊടും. പിന്നെ കളവത്തിൻ്റെ കുറിയും വരയ്ക്കും. കണ്ണെഴുതാതെ ഒരു ഒറ്റ ദിവസമൊക്കെ ആലോചിക്കാൻ കൂടി വയ്യ. ഇന്നെ കണ്ണെഴുതാണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണുക? ഇല്ല. പെണ്ണുങ്ങൾ കുളിച്ച അപ്പോൾ തന്നെ കണ്ണെഴുതണം. അപ്പോൾ ഞാൻ എന്തേ പറഞ്ഞുകൊണ്ട് വന്നത്? യുദ്ധം വന്നാൽ പേടിച്ച് നിലവിളിക്കൊന്നുമില്ല. ആദ്യം കൊന്നോട്ടെ. എനിക്ക് ജീവിച്ചിട്ട് മടുത്തു. എന്ത് കാണാനാണ് ഞാനിങ്ങനെ ജീവിക്കണത്? എൻ്റെ മക്കളും അവരുടെ കിടാങ്ങളും യുദ്ധത്തിൽ വെട്ടുപടഞ്ഞ് മരിക്കണത് കാണാനാ. എൻ്റെ പരുര തേവരെ, എനിക്ക് അതൊന്നും കാണണ്ട. എന്നെ വേഗം കൊണ്ടോണേ. എൻ്റെ 16 അടിയന്തരത്തിന് കാശ് ഞാൻ തന്നെ മുണ്ടം വെട്ടിയിൽ പൂട്ടി വെച്ചെടുക്കണു. കുട്ടികൾക്ക് കടം വാങ്ങേണ്ടി വരില്ല. 304 ഉറുപ്പ്യുണ്ട്. അത് മതിയിലോ ഒരടിയന്തരത്തിന് സദ്യ കൊടുക്കാൻ? ദേശസദ്യ കൊടുക്കണം. അതാ എൻ്റെ മോഹം. 14ാമത്തെ കഥ. ഇന്നാൾ ഒരു ദിവസം നമ്മുടെ വേലായി ചോദിക്കുക, ആരാപ്പ അമേരിക്ക ഭരിക്കണെന്ന്. അമേരിക്ക അല്ല, എന്താ രാജ്യം ഭരിക്കണത് ആരാന്നും കൂടി എനിക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. എന്താ പറയണത്? എനിക്ക് വയസ്സായവരുടെ ഓർമ്മ തെറ്റ് തുടങ്ങിയെന്നാ. അതൊന്നും പറയാൻ നിൽക്കണ്ടായിരിക്കും. വയസ്സായിട്ടില്ല. കർക്കിടക മാസത്തിൽ പിണ്ടതൈലം തേച്ച് തിരുമ്മിയിട്ടാണ് ഞാൻ കുളിക്കുക. അതിൻ്റെ ഗുണം എൻ്റെ ശരീരത്തിന് കാണുന്നുണ്ട്.
കർക്കിടകത്തില് ഞാൻ ശരീരം നന്നാക്കാൻ കോഴിമുട്ട കഴിക്കുക, പച്ചമുട്ട പൊട്ടിച്ച് വായിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. പിന്നെ ആ തോട്ടിൽ നല്ലെണ്ണ പറന്ന് അതും വിഴുങ്ങും. അത്ര നല്ല മരുന്ന് ശരീരം നന്നാക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇംഗ്ലീഷ് മരുന്നോളം ഞാൻ സേവിക്കില്ല, അത് തീർച്ചയാണ്. പനിയുടെ ഗുളികയും കൂടി ഞാൻ കഴിക്കില്ല. കഞ്ഞിക്കൂർക്കട ഇല വാട്ടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് കുരുമുളകും തേനും ചേർത്ത് കഴിക്കും. പനി പോവും. പിന്നെ കുരുമുളകിൻ്റെ രസം കൂട്ടി ചോറുണ്ണും. ഡോക്ടർമാരെ ദേഷ്യം എന്നാ? അതെന്തൊരു ചോദ്യം എന്നായാലും എനിക്കൊരു ദേഷ്യമില്ല. ചില ഡോക്ടർമാർ കാശ് വാങ്ങാണ്ട് മുതലില്ലാത്തവരെ ചികിത്സിക്കും. അത്രണ്ട് നല്ലവരെ ഞാൻ കണ്ടിരിക്കണു. ചിലർ കാശ് എന്ന് പറഞ്ഞ് കിട്ടേണ്ട കാശ് മുഴുവൻ കിട്ടിയിട്ടേ രോഗിയെ തൊടുള്ളൂ. ഓപ്പറേഷൻ ചെയ്യേണ്ടവരോ കാശ് മുഴുവൻ മുൻകൂറടച്ചിട്ടേ തൊടു. ഇത്രേ കാശുണ്ടാക്കിയിട്ട് മടങ്ങുമ്പോഴേക്ക് സൂക്കേട് കൂടിയിട്ട് രോഗി ചാവും. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം അത്തരം കഥകൾ. വിവരമുള്ളവർ സൂക്കേട് വന്നാൽ വീട്ടിൽ കുത്തിരിക്കും. ചാവുകയാണെങ്കിൽ അവനവൻ്റെ പായെ കിടന്ന് ചാവാലോ, കാശും ചിലവില്ല. ഇക്ക് ഇൻ്റോടത്ത് കിടന്ന് മരിക്കാനാ മോഹം. പാകിസ്ഥാൻ ബോംബിടുന്ന. എന്തിനാ പാകിസ്ഥാൻ ഇവിടെ കൊണ്ടൊന്ന് ബോംബ് പൊട്ടിക്കണ്? അവിടെ താമസിക്കണവർക്ക് നമ്മളെ കൊണ്ട് എന്താ ഉപദ്രവോ? ഈ ബോംബെന്ന് പറഞ്ഞാൽ അതിനും ഇല്ലേ പണം ചെലവ്? കുട്ടികൾക്ക് ബോംബ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഓരോ ബോംബിന് 1000-2000 ഉറുപ്പ്യ ചിലവ് വരും. വിഷുവിന് ഗുണ്ട് പൊട്ടിക്കാറില്ലേ, അതിന് ചിലപ്പോൾ 10-30 ഉറുപ്പ്യ കൊടുക്കേണ്ടി വരില്ലേ? എനിക്ക് പൊട്ടുന്ന ശബ്ദം കേൾക്കാനേ ഇഷ്ടമില്ല. കുട്ടികൾ പൂത്തിരി കത്തിച്ചാൽ മതി എന്നാണ് ഞാൻ പറയാറ്. പൂത്തിരി കത്തിച്ച ഒടുവിൽ നല്ലൊരു വാസന, വെടിമരുന്നിൻ്റെ വാസനയാ. ചിന്നക്കുട്ടനെ പടക്കാൻ പേടിയാ. കത്തിച്ച് തുടങ്ങുമ്പോൾ കുട്ടി പോയി കട്ടിലിൻ്റെ ചോട്ടിൽ പോയി കുത്തിരിക്കും. അമ്മേന്ന് വിളിക്കാനും ശേഷി ഉണ്ടാവില്ല. ഇത്ര പേടുള്ള ഒരു കുട്ടി വലുതായ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുക? കമലുട്ടിയമ്മ ചോദിക്കുക. ഇപ്പോൾ വലുതായി ബാംഗ്ലൂരിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. പടക്കം പൊട്ടുന്നത് കേട്ടാ കട്ടിലിൻ്റെ ചോട്ടിൽ വിളിക്കണ്ട. ഇല്ല, കുട്ടികളൊക്കെ വലിയവരായി. ഇന്നെ കാണാൻ വരുമെന്ന് ചോദിക്കണം. ഇന്നെ കാണാൻ വരില്ല. കാശിന് എഴുതിയ ചിന്നക്കുട്ട അയക്കുന്ന നിശ്ചയമുണ്ട്. എഴുതിയിട്ടില്ല. എനിക്ക് പുകല വാങ്ങാൻ കാശ് ബാംഗ്ലൂരിൽ നിന്ന് വരണ. അതൊക്കെ ശരിയല്ല. ഞാൻ ആരോട് കാശ് ചോദിക്കില്ല. അത് തീർച്ചയാ. എൻ്റെ സ്വഭാവം അങ്ങനെയാ. എൻ്റെ അമ്മാമ്മ വേലപ്പാരേ എന്നോട് പറയാ, ജാനോ പഴശ്ശിനെ ആയാലും മുണ്ടോ മുറുക്കി ചുറ്റിക്കോ, ഏൽക്കാൻ നടക്കരുത്. അതുകൊണ്ടല്ലേന്നും എൻ്റെ തറവാടിൻ്റെ പേര് പറയുമ്പോൾ ആൾ ഉടനെ എണീക്കണ്. ഇപ്പോൾ കള്ളും താവരും വിറ്റ് കാശുണ്ടാക്കിയവരൊക്കെ എന്നെ കാണുമ്പോൾ എണീക്കൂ. നാട് മറന്നാലും മൂട് മറക്കരുത് എന്നാ പണ്ടൊരാൾ പറഞ്ഞെടുക്കണ്. നിങ്ങളതൊന്നും കേട്ടിട്ടില്ലേ? നിങ്ങൾ എമ്മേക്കാരനാന്ന് കേട്ടെടുക്കണു. എന്താ നിങ്ങൾ കഥയ്ക്ക് പൈസ എടുത്ത് തരുന്ന ആളെ ഞാൻ പരിഹസിക്കേ ഒരിക്കലും ഇല്ല. നന്ദിയില്ലാത്ത വർഗ്ഗമെന്ന് വിചാരിച്ച മരിക്കണ ദിവസം വരെ നിങ്ങളോട് നന്ദി ഉണ്ടാവും. എത്ര ആളാ എന്നെ കാണാൻ വരുന്നത്? വായനക്കാരത്രേ. ചിലർ മത്തനും കപ്പിയും പച്ചക്കായും കൊണ്ടുവരും. നല്ല സ്ഥായിയുള്ളവരാ. ജാനമ്മയ്ക്ക് വയലാർ അവാർഡ് കിട്ടാൻ പോണു എന്നൊക്കെ പറയൂ. എൻ്റെ കഥകൾ ഇംഗ്ലീഷിലാക്കിയിട്ട് അമേരിക്കയിൽ വിൽക്കണം എന്നാ ചിലർ പറയണ്. അപ്പം യുദ്ധം വേണ്ടാന്ന് നോക്കൂത്രേ. കഥകൾ കേൾക്കാനാ മനുഷ്യർക്ക് താല്പര്യം. തമ്മിത്തല്ലി ചാവാനൊന്നല്ല. തല്ല് കൂടാനും കൊല്ലാനും പെണ്ണുങ്ങൾക്ക് അശേഷം താല്പര്യമല്ല. അതാണ്ടാ ചിലപ്പോൾ ഞാൻ പറയണ് സ്ത്രീ ആദിയാ നല്ലതെന്ന്. ഏഷണി പറച്ചിൽ നിർത്തിയ സ്ത്രീ ആദി മുന്തിയേ ആദിയാവും തീർച്ച. ആണുങ്ങൾ ഏഷണി പറഞ്ഞ് തുടങ്ങിയെന്നാ തോന്നുന്നു. പണ്ടൊക്കെ ആണുങ്ങൾ രാവിലെ കഞ്ഞിയും കുടിച്ച് പാടത്തേക്ക് പോവും. കുറേ കൂടി മുതലുള്ള ഒരു ആഫീസിൽ പോവും. കുടുംബത്തിൽ ചടഞ്ഞ് കുത്തിയിരിക്കില്ല. ഇപ്പോഴോ മോത്തൊക്കെ കുട്ടിക്കൂറയും ഫെറയിലേവിലിയും തേച്ചിട്ട് അടുക്കളയിൽ പണിയെടുക്കണ പെൺകുട്ടിയോളെ ചുറ്റിപ്പറ്റിയൊരു നിപ്പ. കണ്ണോൻ്റെ ഒരു കളി, ചെറിയോൻ്റെ ഒരു കളി. പെൺകുട്ടിയോളെ റാഞ്ചാൻ നടക്കണ പരുന്തോളാ പറ്റാ. എനിക്ക് ഈ സമ്പ്രദായം ഒന്നും പിടിക്കണില്ല. പുറത്തു പോയി ജോലി ചെയ്ത് 4 കാശ് സമ്പാദിക്കുന്ന ഞാൻ പറയുമ്പോൾ അവറ്റയ്ക്ക് ഈറിയാ. ജാനുഅമ്മ ആൻ്റണിയോടാണ് അവറ്റ ചോദിക്കണ്. ജാനുഅമ്മ ഞങ്ങൾക്ക് ജോലി തരുക. ഞാൻ എന്താ അവറ്റോട് പറയുക? നല്ലോണം പഠിച്ച ആൺകുട്ടികളൊക്കെയും ജോലി സമ്പാദിച്ച് ബോംബയ്ക്കും ദുബായിക്കും കിടന്നില്ലേ? മാസാമാസം അവറ്റയുടെ തള്ളാർക്ക് പണം വരുന്നില്ലേ? നിങ്ങളുടെ തള്ളാരുടെ കണ്ണുനീര് തോരുന്നുണ്ടാ?
അവറ്റ ഈ വെയ്യാത്ത കാലത്തും എല്ലാവരുടെയും പിഴുപ്പ് അലക്കി അടുക്കളയിൽ കൊള്ളി ഒന്തിയും മുറ്റടിച്ച് അരിക്കാശ് ഉണ്ടാക്കണില്ലേ? നിങ്ങൾക്കൊക്കെ ചോറോ കഞ്ഞിയോ തരാനല്ലേ അവറ്റ പാടുപെടുന്നത്? ഞാൻ ചോദിക്കുമ്പോൾ അവറ്റയ്ക്ക് ഈറ. കുണ്ടന്മാർക്കേ പണിയെടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ വലിയ അസ്കിതയാ. ഷീട്ട് കളിക്കാൻ താല്പര്യ. ചിലപ്പോൾ തല കുനിച്ച് കള്ള് ഷാപ്പിൽ കയറും. കാശ് കൊടുക്കാത്തപ്പോൾ ഓരോന്നിനെയും ഷാപ്പുകാരെ ചവിട്ടി പുറത്താക്കും. ഞാൻ എത്ര തവണ കണ്ടെടുക്കണു. ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളെ പറയരുത്. പെൺകുട്ടിയാണെങ്കിൽ അത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളൂ. പച്ചമഞ്ഞൾ തേച്ച് കുളിച്ചാൽ വേഗം സംബന്ധക്കാരനും വരും. കെട്ടേണ്ട പ്രായത്തിൽ കെട്ടണം. എന്നാൽ പിന്നെ ശ്രീധനൊന്നും ആവശ്യം ഉണ്ടാവില്ല. പഠിച്ച് മുടിയും നരച്ച് വല്ലും കൊഴിഞ്ഞ് കവളൊട്ടി നടക്കണവരെ കെട്ടണമെങ്കിൽ ശ്രീധനൻ താനേ കൊടുക്കണം. 30 പവനാ സാധാരണ ചോദിക്കണത്. ആവും പോരാ, 5 സെൻറ്റ് ഭൂമിയും വേണം. സ്കൂട്ടർ വാങ്ങാൻ പുറമേയും കൊടുക്കണം. ഇതൊക്കെയും കൊടുത്ത് കിട്ടണ കുണ്ടന്മാരോ കണ്ട കനം വരും. ബൗസില്ലാത്ത വക. ആണാണോ അതോ പെണ്ണാണോ എന്ന് ആർക്കും കുറേ നേരത്തിന് മനസ്സിലാവില്ല. ആണത്തം കാട്ടിയാലല്ല ഒരുത്താണാവൂ. കിക്കിന്ന് ചിരിച്ച് മൂളിപ്പാട്ടും പാടി വീടി വലിച്ച് തെക്ക് വഴക്ക് നടക്കണവരെ ആണുങ്ങളാന്ന് നിങ്ങൾ പറയുക. അവനാൻ തെണ്ടിച്ചുണ്ടാക്കണ കാശുകൊണ്ട് കുടുംബം കഴിയുമ്പോഴാണ് ഒരാളാണാവണത്. ഇപ്പം എല്ലായിടത്തും കാണാം. സ്കൂളും പഠിച്ച് ടൈപ്പും പഠിച്ച് ഉദ്യോഗം കിട്ടിയ പെണ്ണുങ്ങൾ അവറ്റ നയിച്ച് കൊണ്ടുവരണ കാശുകൊണ്ടാ സമ്മതക്കാർ കള്ളുപിടിക്കണത്, വീടി വലിക്കണത്. നാണമാനോ ഇല്ലാത്ത പരീക്ഷകള്. പുരുഷ വിദ്വേഷ അതെന്ത് കുന്ത്രട്ടാതിയാ? അതൊന്നും നിശ്ചല്ല. നാളൊരു ദിവസം പോസ്റ്റ്മാനോ രാധാകൃഷ്ണൻ ചോദിക്കുക, ജാനോമേ നിങ്ങൾ മാർക്സിസ്റ്റാണ്. അതെന്താ രാധാകൃഷ്ണ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ ചോദിച്ചപ്പോൾ ഓൻ പറയാ, നിങ്ങൾ ഈക്ക നായനാരെ പറ്റി നന്നാക്കി പറഞ്ഞു എന്ന് മലയാളം വാരികയിൽ വായിച്ചു. ഓൻ പറയാ, നല്ലവരെ പറ്റി ഇല്ലാത്ത നുണയൊക്കെ പറയാൻ ഞാനാരാ? പ്രാന്തത്യാ? നല്ലവരെ ചീത്തയാക്കി പറയാൻ എന്നെ കിട്ടില്ല. എന്നെ നായനാർ വരണം മടങ്ങി വന്ന ആദ്യം നിങ്ങളെ പൊടിച്ച് കൃഷിമന്ത്രിയാക്കുന്നു രാധാകൃഷ്ണൻ. എന്തേ കൃഷിമന്ത്രിയാക്കണത്? ഞാൻ ഓനോട് ചോദിച്ചു. അപ്പോൾ ഓൻ പറയുക, നിങ്ങൾ കപ്പയും കാച്ചിലും ചേനയും നട്ട് അമരയ്ക്കും കയ്പിക്കും പന്തലിട്ട് നേന്ത്രവാഴ നട്ട് എല്ലാം കാണുമ്പോൾ എന്ത് ശ്രീത്ത. ഓൻ്റെ കണ്ണ് പറ്റി വാഴയൊക്കെ വീഴുമെന്ന് എൻ്റെ പേടി. ഓന എൻ്റെ തൊടിയിൽ കിഴക്ക് ഭാഗത്ത് നിൽക്കണ പ്ലാവിൽ ആദ്യം കായ്ച്ച വരിക്കച്ചക്ക വീഴ്ത്തിയത് കാറ്റത്ത് വീണതാവുന്ന ഓൻ പറഞ്ഞു. കാറ്റിനേക്കാൾ ശക്തി ഇങ്ങടെ പ്രാക്കിനാ. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വലിയ ഒരു വരിക്കച്ചക്ക ജന്മം ഞാൻ കണ്ടിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഓൻ ചോദിക്കുക, പോസ്റ്റ് മേനോമാർക്ക് മുന്തിയ ശമ്പള സർക്കാർ ജോലിയല്ലേ? കാക്കി നിറത്തിലെ ശീല കൊണ്ട് ഷർട്ടും തുന്നിച്ചു കൊടുക്കും. മഴക്കാലത്ത് കുട വാങ്ങിച്ചു കൊടുക്കില്ല. നനഞ്ഞു ഒലിച്ച് നടക്കുന്നത് കാണാം. രാധാകൃഷ്ണന് ലേശം മുടന്തുണ്ട്. നൊണ്ടിയിട്ടാ നടക്കണ്. കാലടിയമൽ നിറച്ച ആണിയാ. ശമ്പളം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ആണി നിലത്ത് തൊടുമ്പോൾ ജീവൻ പൂവും വേവിച്ചിട്ട്. കൂട്ടരോഗം കൊടുത്തോളൂ ദൈവേ, ഏഡ്സ് രോഗം കൊടുത്തോളൂ. പക്ഷെ ആർക്കും ആണി രോഗം കൊടുക്കരുത് എന്ന് നാം ദൈവത്തോട് നിത്യം പ്രാർത്ഥിക്കണത്. 15ാമത്തെ കഥ. മാപ്പിളാരുടെ ഇടയിൽ കൂടോത്രം ഇല്ല എന്ന് പറയണത് ശരിയല്ല. ഉമ്മടെ മോനെ കൂടോത്രം ചെയ്തിട്ടല്ലേ ആ കറുത്ത ഉമ്മക്കുട്ടി ഓനെ കൊണ്ട് ഓളെ കെട്ടിച്ചത്. ഓന് ഗൾബിലാ ജോലി. കാണാനും ചേലുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്. ഓ ലീവിൽ വന്നപ്പോൾ ഒരു ദിവസം സന്ധ്യ ആവുമ്പോൾ പഴയ ചെറുട പിന്നെന്ന് ഒരു വിളി. ആരാന്നാ വിചാരം? ഈ കറുത്ത പെണ്ണ്. കൈതപ്പൂ വേണോന്നാ അവള് ചോദിച്ചത്. ഓനത് കേട്ട് തരിച്ചൊരു നിൽപ്പ്. ദ്രാവുള്ള രാത്രി തുടങ്ങുമ്പോഴാ പെണ്ണിൻ്റെ വിളി. യക്ഷോള് നടക്കണ സമയാ. തെക്ക് പടിഞ്ഞാറ് നക്ഷത്രം ഉദിച്ചപ്പോൾ ഈ സംഭവം. ഉമ്മക്കുട്ടറെ കുപ്പായം വെളുത്തിട്ടാ. കാച്ചിക്ക് കറുപ്പാന്നറോ. കയ്യമ്മല് നിറയെ കുപ്പിയോളോളുണ്ട്. ചെക്കൻ തിരിഞ്ഞ് നിന്ന് നോക്കുക. അത്ര നോക്കിയിട്ട് ഓന് കൊതി തീരണമില്ല. കറുത്തിട്ടാ. പക്ഷേ ഓള് കണ്ണിൽ സുറുമേ കയ്യമ്മല് മൈലാഞ്ചി ഒക്കെ ആയിട്ടാ എഴുന്നള്ളിയത്. ഓനെ അങ്ങ് മയക്കി എടുക്കാനാ ഒരുപെട്ടോള് പുറപ്പെട്ട് വന്നത്. ഇല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ വല്ല പെൺകുട്ടിയോള് ഇരുട്ടാവുമ്പോൾ ചെറുടെ പിന്നിൽ കൈതപ്പൂവും പിടിച്ചോണ്ട് നിൽക്കുവോ? ചെക്കൻ തൂവായിക്കാരനാ. കാണാനും ചേലുണ്ട്. ഒരു കാര്യമുണ്ട്, എപ്പാ നോക്കുമ്പോഴും ഓൻ്റെ വായിൽ വീടിയാ. വീടിയും സിഗരറ്റും ഒക്കെ വലിക്കും. ഊക്കിൻ്റെ ഉള്ളിൽ കൂടെ ആ പുക വിടുന്നത്. അതൊക്കെ ഓൻ്റെ ചുണ്ടൊക്കെ കറുത്തടക്കണ്. എന്തിനു പറയണു? ഓ മടങ്ങുമ്പോഴും നിക്കാഹും നടന്നു. നെയ്ച്ചോറ് ഇറച്ചിക്കറിയൊക്കെ ഉള്ള സദ്യയും കഴിഞ്ഞു. ഉമ്മ എൻ്റെ അടുത്ത് വന്ന് കുറേ കരഞ്ഞു.
ചെക്കന് വലിയ കുടുംബത്തിൽ നിന്ന് കുട്ടിയെ കിട്ടുന്ന അമ്മ നിരീക്ഷിച്ചത്. ഇഷ്ടം പോലെ പൊന്നും പണവും കിട്ടുന്ന വിചാരിച്ചത്. ഒടുവിൽ എന്താ കിട്ടിയത്? മസൂലി പട്ടണത്തിൽ നിന്ന് എഴുതി വരുത്തിയ കുറേ മുക്കുവണ്ടും കുറേ കുപ്പിവളി. ചെക്കൻ പറഞ്ഞു അത്രേ, ഓന് നവീസിനോട് പ്രേമാണ്. പ്രേമം മൊഹബത്ത് നിങ്ങൾക്കതൊന്നും അറിയില്ല നേരെ. അതിൻ്റെ കാലമൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞുല്ലോ. ചെറുപ്പക്കാർക്ക് ആ പ്രേമം ഒളിസേവിയും ഒക്കെയും എന്തിനു പറയണു? കൂടോത്രം ചെയ്തതാ. പൂണ്ടും ചെയ്യാ കൂടോത്രം. ചിലർ മുട്ടമാല ഉണ്ടാക്കി തിന്നാൻ കൊടുക്കും. നമ്മുടെ യാദിക്കാരാച്ച ഉടനെ ചോറ്റാനിക്കരെ കൊണ്ടുപോയി കൈവശം ഛർദിപ്പിക്കൂ. അപ്പോൾ ചെക്കൻ നിലത്ത് കൊയഞ്ഞു വീഴൂ. ഉറങ്ങി ഉണർന്നാൽ പിന്നെ ഓന് ആ പെണ്ണിനെ കാണുമ്പോൾ കലി വരും. ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങൾ ഈ ചെക്കനെ കൊണ്ടുപോയി വല്ല മുസ്ലിയാരെയും കാണിക്കി, കുറച്ച് വെള്ളം ഒഴിഞ്ഞ് തരട്ടെ. പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. അമ്മ പെണ്ണിന് കാശില്ല എന്നാ, കാണാൻ ചേലില്ല എന്നാ പറഞ്ഞോ? ഇല്ല. എന്തിനു പറയണു? ചെക്കൻ നിക്കാഹും കഴിച്ച് ദൂവായിപ്പോയി. ഇനി പ്രസവം കഴിയുമ്പോൾ വരാമെന്ന് ഓൻ പറഞ്ഞു അത്രേ. കറുത്ത പെണ്ണുങ്ങളാ സൂത്രക്കാരികൾ. അവറ്റ കൂടോത്രം ചെയ്ത് ചെക്കൻ പെട്ടതന്നെ ജീവിതകാലം മുഴുവനും ഓൻ്റെ കാശും പറ്റി സുഖമായി ജീവിക്കും. എനിക്ക് കറുത്തോരെ അശേഷം വിശ്വാസമില്ല. ആർക്കും കറുത്തോരെ ഇഷ്ടമില്ല. പക്ഷെ എന്നെ പോലെ തുറന്ന് പറയില്ലായിരിക്കും. അത് അവറ്റയുടെ ശീലം. തുറന്ന് പറയണതാ എൻ്റെ ശീലം. ഇൻ്റെ അടുത്ത പെണ്ണില്ലേ നമ്മുടെ സുനി, ഓളിന്നാള് പറയാ അമ്മമ്മയുടെ മനസ്സ് തുറന്ന മനസ്സാന്ന്. അമ്മ ഒന്നും ഒളിപ്പിച്ച് വെക്കില്ല. തുറന്ന മനസ്സുള്ളവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. പെണ്ണായാ വേണ്ടത് ധൈര്യ. എപ്പോഴും മൂക്കും ചീറ്റിയും കൊണ്ട് നടക്കണ പെണ്ണുങ്ങൾ ആർക്ക് വേണം? നമ്മുടെ ടി വിയിൽ കാണാനില്ലേ പെണ്ണുങ്ങൾ കരയണത്? കരച്ചിലും പീച്ചിലും കണ്ട് മടുത്തുണ്ടാക്കിയ ഇഷ്ടം മാവേലിക്കര പൊന്നമ്മയാ. പാവം മരിച്ചു പോയിത്രേ. എന്താ ചന്തം, എന്താ തലയെടുപ്പ്. ശ്രീജന്മം പുണ്യജന്മം എന്ന് പറഞ്ഞ് നിലവിളിച്ചുവോ പൊന്നമ്മ? ഒരിക്കലും ഇല്ല. എന്തഴകുള്ള ഒരമ്മയായിരുന്നു നമ്മുടെ മാവേലിക്കര പൊന്നമ്മ. അത്ര ഭംഗിയുള്ള പെണ്ണുങ്ങളെ ടി വിയിലൊന്നും കാലത്ത് കാണാറില്ല. ഇക്ക സീരിയലിലൊന്നും ജോലിയെടുക്കാൻ ശേഷം താല്പര്യമല്ലേ? ഇക്ക് കരയാൻ വയ്യ. കരഞ്ഞ അപ്പോൾ ചുമയ്ക്കും എൻ്റെ മൂക്ക്. കരയാ ഇക്കെന്താ ഒരു കാരണമുള്ളത്? ഇന്നെ ആരും വഞ്ചിച്ചിട്ടില്ല. കല്യാണം കഴിക്കാനുള്ള കാലമൊക്കെ പോയില്ലേ. ആണുങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമൊന്നും എനിക്ക് തോന്നാറില്ല. ഇക്ക് വീട്ടിൽ തന്നെ കൂടാനാ ഇഷ്ടം. പുകല കൂട്ടി മുറുക്കണം. 2 നേരം നെടിയരിച്ചോറ് ഉണ്ണണോ? വയറ്റുവേദന വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് നിങ്ങൾക്കറിയോ? കുറച്ച് മോരിൽ കായം കലക്കി മൂന്തും. അതന്നെ വയറ്റുവേദനയ്ക്ക് മരുന്ന്. ഇംഗ്ലീഷ് മരുന്ന് സേവിച്ച് പായേന്ന് എണീക്കാൻ വയ്യാതായ ചിലരെ ഞാൻ കണ്ടിരിക്കണു. ഇംഗ്ലീഷ് മരുന്ന് കുറേ കാലം ശീലിച്ച തലമുടിയും പോയി നടക്കാൻ ആവതില്ലാണ്ടേ ആവും. മൂത്രം ശരിക്കും പോവില്ല. എല്ലാവർക്കും ഇതൊക്കെ അറിയാം. പക്ഷേ ഡോക്ടർമാരും മനുഷ്യരല്ലേന്നും അവറ്റിക്ക് 2 നേരം ചോറിനുണ്ട്. അത് വിചാരിച്ചിട്ടാ ചിലർ ഡോക്ടർമാരെ കാണാൻ ചെല്ലണം. മരുന്ന് കൊടുക്കാൻ ഞാൻ ഡോക്ടറുടെ രോഗിയോട് രക്ഷപ്പെടും തീർച്ചയാ. ഡോക്ടർമാരെ കുട്ടികൾക്ക് പനി നീരിളക്കവും പിടിക്കുമ്പോൾ മരുന്ന് കൊടുക്കാറില്ല. അവനാൻ്റെ കുട്ടികൾക്ക് വിഷം കൊടുക്കുമോ? ഇല്ല. അത് തീർച്ചയാ. ഇക്ക് ഡോക്ടർമാരെ പരിചയം ഉണ്ടാന്നായി ചോദിക്കണ്. ശിവ എത്ര ഡോക്ടർമാരെ ഞാൻ കണ്ടിരിക്കണു. കാണാൻ ചേലുള്ളവരെയും കറമ്പന്മാരെയും കാഷണ്ടിക്കാരെയും ഒക്കെ ഞാൻ കണ്ടിരിക്കണു. ഇന്ന ഡോക്ടർമാർക്ക് വലിയ സ്നേഹ. ഹൗ ആർ യു ജാനു അമ്മ? അവറ്റ ചോദിക്കാറുണ്ട്. ഞാൻ പറയണത് കോഴിക്കോട്ടെ ഡോക്ടർമാരെ പറ്റിയല്ല, ബോംബെയിലും കൽക്കത്തയിലും ഉള്ളവരെ പറ്റിയാ ഞാൻ പറയണത്. നമ്മുടെ മസാനി ഡോക്ടറെ പറ്റി കേട്ടിട്ടില്ലേ? അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങിയാ മരിച്ചത്. ലിഫ്റ്റ് നിർത്തിയപ്പോൾ കണ്ടത് ഡോക്ടർ നിലത്ത് മരിച്ച് കിടക്കണതാ. ശിവ ആ കാഴ്ച കണ്ടവരാരും മസാനിയെ മറക്കില്ല. വെളുത്ത് മെലിഞ്ഞ് നല്ല ചേലുള്ള ഒരാളേനു മസാനി. അതിന് ശേഷം ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ടുമില്ല. 100 പടിയുള്ള കോണിയാണെങ്കിലും ഞാൻ കയറും. കോണിപ്പടി നമ്മളെ ചതിക്കില്ല, അത് തീർച്ചയാ. മുകളിലെത്താൻ എന്തിനാ ഇത്ര തീർക്കാം? നാളെയും മറ്റന്നാളും ചത്തു വീഴുന്ന പേടിയുണ്ടാ. അത് ശരിയാ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാവരും കുറച്ച് സ്പീഡ് കൂട്ടണം. അനുഭവിക്കേണ്ടതൊക്കെ വേഗം അനുഭവിക്കണം. മോഹം തീരുന്നവരെ അനുഭവിക്കുക. അതന്നെ. ഇന്നലെ രാത്രി ഞാൻ യുദ്ധത്തിൻ്റെ കാര്യം ഓർത്താ കിടന്നത്. അതുകൊണ്ടായിരിക്കും സ്വപ്നത്തിൽ പട്ടാളക്കാരെ ഞാൻ കണ്ടത്. പട്ടാളവേഷം ഇട്ടൊരു ഉണ്ടം വന്ന് ചോദിക്കുക,
ജാനമ്മ, ഹൗ ആർ യു? യുദ്ധം കൂടിക്കൂടി വരിക. ഞാൻ വിചാരിക്കുക എൻ്റെ കുറി വിളിച്ച് കാശ് വാങ്ങാൻ ഒരു കറുത്ത പശുക്കുട്ടിയെ വാങ്ങണം. കറുത്ത പശുവിൻ്റെ പാല് അമൃതിൻ്റെ ഫലം ചെയ്യും. ആരാ പറഞ്ഞത്? നമ്മുടെ ചീരക്കുഴി അച്ഛനായർ, സാക്ഷാൽ ചീരക്കുഴി അച്ഛനായർ. മഹാവൈദ്യനായിരുന്നു അദ്ദേഹം. മരിച്ചിട്ട് കുറേ കാലമായി. വൈദ്യനായാലും മരിക്കാനുള്ള സമയം വരുമ്പോൾ മരിക്കൂലോ. മരണം എന്ന് പറയണ സൂക്കേടിന് മരുന്നില്ല. ചിലപ്പോൾ ആ മരുന്നും അമേരിക്കയിൽ കണ്ടുപിടിക്കുന്ന ഏടുമാഷ് പറഞ്ഞു. ആദ്യം ഈ മുറ്റത്ത് കൂടി ആ വീട്ടിലേക്ക് മടങ്ങുക. ഇവിടെ കോലായിലിരുന്ന് ഇന്ത്യ ഒന്നിച്ച് വെറ്റില മുറുക്കും പോകല ശീലിച്ചിട്ടില്ല. ഏടുമാഷ്ക്ക് താല്പര്യം പൊടി വലിക്കാനാ. പൊടിക്കുപ്പി തുറന്ന് ഒരു നുള്ളു ഉള്ളം കയ്യിൽ വെച്ച് അത് നുള്ളിയെടുത്ത് മൂക്കിൽ കയറ്റണത് കാണാൻ നല്ല രസമുണ്ട്. മാഷയുടെ ഭാര്യ മരിച്ചിട്ട് കൊല്ലം 36 കഴിഞ്ഞ്. വേറൊരു ഭാര്യയ്ക്ക് ആവശ്യമില്ലെന്നാ മാഷ് പറയണത്. കണ്ട ടീച്ചർമാരൊക്കെയും കണഞ്ഞ് ശ്രമിച്ചിട്ടും ഏടുമാഷ വളച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് സാപ്തികനാദ്യം. മാഷ് സ്വയം പാകം ശീലിച്ചെടുക്കണ്. ചോറും സാമ്പാറും കഞ്ഞിയും സമ്മന്തിയും ഒക്കെ മാഷ് തന്നെ ഉണ്ടാക്കുത്രേ. ചെലവ് ചുരുക്കൽ പദ്ധതി എന്നാണ് മാഷ് പറയണത്. മാഷുടെ എച്ചിൽ തിന്നാൻ ഒരു പട്ടിയും വളർത്തുന്നുണ്ട്. പണ്ടൊരിക്കൽ ഞാനൊരു സിനിമ കണ്ടു. അധ്യാപിക എന്നാ സിനിമയുടെ പേര്. ആരുമില്ലാത്തൊരു ടീച്ചറെ കഥയാ. രാഗിണിയായിരുന്നു അധ്യാപക. ഒടുവിൽ ക്ഷയം പിടിച്ച് കുറച്ച് മരിക്കുമ്പോൾ ടീച്ചർക്ക് വെള്ളം കൊണ്ടുവരുന്നത് നായ. ടീച്ചർ ദിവസം ചോറ് കൊടുത്തിരുന്ന നായോൾക്ക് നല്ല സ്നേഹ. മനുഷ്യരെക്കാൾ സ്ഥായി ഉണ്ടാവിറ്റയ്ക്ക്. മനുഷ്യനെ വിശ്വസിക്കണ്ട. മനുഷ്യൻ ചതിക്കൂ, നായ ചതിക്കില്ല. അതൊക്കെ ശണ്ട്. 16ാമത്തെ കഥ. ആന്ത്രാക്സ് അത്ര പുതിയ മഹാരോഗം. ഞാൻ ഈ പേര് കേൾക്കണത് ആദ്യമായിട്ടാ. ആന്ധ്രവായു ഒന്ന് കേട്ടെടുക്കണു. നമ്മുടെ അപ്പുവരെ ഓർമ്മയില്ലേ? കറുത്ത് തടിച്ച ചുണ്ടുമ്മല അപ്പടി വാണ്ടായിട്ട് അയാൾക്ക് ആന്ധ്രവായുവിൻ്റെ ഉപദ്രവമായിരുന്നു. എത്ര കഷായം കുടിച്ചെടുക്കണു. മടിയിൽ കുറേ വായുഗുളികയും കൊണ്ട് നടന്നായിരുന്നു. എന്നിട്ട് എന്തേ ഒടുവിൽ തെങ്ങും കുഴിയിൽ വായും തുറന്ന് മരിച്ചു കിടക്കണു. പുലർച്ചയ്ക്ക് മിറ്റടിക്കണ കോച്ചിയ ആദ്യം കണ്ടത്. വായിൻ്റെ ഉള്ളിൽ നിന്ന് കറുത്ത രക്തം ഒഴുകിയായിരുന്നു. ശിവ, ഞാൻ ഒരൊറ്റ നോട്ടേ നോക്കിയുള്ളൂ. എനിക്ക് കാലുമല് വിറയൽ തുടങ്ങി. ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാ. എനിക്ക് മരിച്ചവരെ കാണാൻ വയ്യ. കോച്ചിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഓള് ഒരാശുവല്ലേ. അതുകൊണ്ട് ഓള് ഉറക്കം നിലവിളിച്ചു. നാട്ടുകാരോടി വന്നിട്ടാ തെങ്ങും കടയ്ക്കുന്ന ശങ്കുണ്ണിയാരുടെ അച്ഛൻ അപ്പാരെ വലിച്ചേറ്റിയത്. കോലായി കിടത്തിയപ്പോൾ ഞാൻ എന്താ പറയണ്ട്? ഒരാചാന ബാഹു. പക്ഷെ ആള് പുണ്യം ചെയ്തോനാ. വേഗം മരിച്ചു. ആശുപത്രി കിടക്കേണ്ടി വന്നില്ല. പങ്ങന്മാർക്ക് വേണ്ടി കല്യാണം കൂടി കഴിക്കാണ്ട് വാഴ നട്ടു, പാടത്ത് വിത്തിട്ടു. പിന്നെ ഏത് വീട്ടിലും കല്യാണമോ 16 അടിയന്തരം ഉണ്ടായ ദാഹരണത്തിന് സഹായിക്കാൻ പോവും. എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ആന്ധ്രവായുവിൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു പനി നിർദോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. കാശൊന്നും കരുതി വെച്ചില്ല. ആരേലും ഒരേലസ് ഉണ്ടായിരുന്നു എന്നാ കോച്ചി പറഞ്ഞത്. അതാരാണ്ട് പൊട്ടിച്ചോണ്ടോയി പങ്ങന്മാരെ അറിയിച്ചു. 16 അടിയന്തരത്തിനും കൂടി ആ വസ്തുക്കൾ വന്നില്ല. ഒന്ന് കോയമ്പത്തൂരാ താമസിക്കണ്. ഓളക്ക് വരാറുന്ന് വന്നില്ല. നന്നില്ലാത്ത വർഗ. മോളടെ പേരാന്നാ ഓള് അറിയിച്ചത്. പെങ്ങന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്ത അപ്പുവരെ ദഹിപ്പിക്കുമ്പോൾ കൊള്ളി വെക്കാനും കൂടി സ്വന്തക്കാരുണ്ടായിരുന്നില്ല. വകയിലൊരു ഗുണ്ടൻ പട്ടാമ്പിന്ന് വന്നു. ഓനാ ക്രിയ നടത്തിയത്. അപ്പുവർക്ക് ഒരു നായയെ പോറ്റി വളർത്തായിരുന്നു. നായ അയാളെ സ്നേഹിക്കുമായിരുന്നു. നായക്ക് ചെത കത്തിക്കാൻ വയ്യായിരിക്കാം. പക്ഷേ അന്തിക്ക് ഒരു കാവലാവുമായിരുന്നു. മൂത്രം ഒഴിക്കാൻ തെങ്ങും കുഴിക്ക് പോകുമ്പോൾ നായ കൂടെ പോവില്ലേ? വല്ലതും പറ്റിയ നായ കുറച്ച് നാട്ടുകാരെ അറിയിക്കില്ലേ? എന്തിനു പറയണോ? അപ്പാരുടെ വെലിയിടുമ്പോൾ പട്ടാമ്പിക്കാരൻ കുണ്ടൻ ചോറുള്ള ഇലയിൽ വെച്ച് എത്ര കൈ കൂട്ടിയിട്ട് ഒരൊറ്റ കാക്കിയും വന്നില്ല. എവിടെ പോയി ഒളിച്ചു കാക്കോള്? കുണ്ടെന്താ ചെയ്യുക? കുണ്ടക്കറിയോ? ചൊക്കിളിപ്പട്ടിയോളാ ചോറ് തിന്നാൻ വന്നത്. അപ്പുവാരുടെ 2ാമത്തെ പെങ്ങള് ഇല്ലേ രാധാമണി, ഓളുടെ മൂത്ത മോന് വരായിരുന്നില്ലേ? ഓ മൂന്നാറിൽ ഒരു തമിഴൻ ചെട്ടി ശമ്പളം 2000. കുക്കർ എന്ന് പറഞ്ഞാൽ ദാഹണ്ടം നടത്തണം. ഓന് അവിടെ തന്നെ ഒരു തമിഴത്തിയായിട്ട് ഒളിസേവയാത്രേ. ആടപ്പേല കുഞ്ഞിലക്ഷ്മി പറഞ്ഞതാ. ഓൾക്ക് അറിയാത്ത രഹസ്യമായി ഭൂമിയിലില്ല. ഒളിസേവയാച്ച ഒളിസേവ. ഒരാണായ അയാൾക്ക് അന്തിക്കൂട്ടിനൊരു പെണ്ണ് വേണ്ടേ? തമിഴത്തിയെങ്കിൽ തമിഴത്തി. നമ്മക്കെന്താ ചെയ്തോ?
നനക്ക് ഓനെ വേണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുലക്ഷ്മി അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പാര് വരച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നല്ല സ്ഥായി ഉള്ളവനായിരുന്നു. എന്നോട് ചോദിക്കും, ജാനുവമ്മേ നിങ്ങൾക്ക് കുന്നംകുളത്തുനിന്ന് പുകല കൊണ്ടുവരണോന്ന്. പുകല കൊണ്ടുവന്ന കാശ് മേടിക്കില്ല. കുറച്ച് നേരം എൻ്റെ കോലായിൽ തൂണും ചാരി ഇരിക്കും, നല്ലോണം മുറുക്കും. ഒടുവിൽ മുറ്റത്താകെ തുപ്പി നിറച്ചിട്ടാ യാത്ര. എനിക്ക് അപ്പുവരെ ജന്മം മറക്കാൻ കഴിയില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എൻ്റെ അപ്പുവരെ നിങ്ങളുടെ പല്ലപ്പടി കേടാ, പറിച്ചു കളഞ്ഞ് സിറ്റി വെപ്പിച്ചൂടെ? അപ്പാര് പറയാ, ജാനുവമ്മേ ഇക്കും നടക്കണം എന്നുണ്ട് അമ്പാഴത്തേലെ മേനോന്മാരെ പോലെ പുഞ്ചിരി സൗന്ദര്യം ഒക്കെ ആയിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. പല്ല് പറിച്ച് സെറ്റ് വെക്കാൻ ചുരുങ്ങിയത് 1000 ഉറുപ്പ്യ ചിലവാകും. അമ്പാഴത്തെ മേനോന്മാരുടെ പല്ല് ചെറുപ്പത്തിലേ കേടുവരും. എൻ്റെ പല്ലും കേടുവന്നു. പക്ഷെ മേനോന്മാരുടെ കീശയിൽ എപ്പോഴും കാശുണ്ട്. 1000 10,000 എപ്പോഴും പെട്ടിയിലും കാണും. എനിക്ക് ഒന്നുമില്ല. കാക്ക വിളിച്ചാൽ കൊക്കാവോ? പാവ അപ്പാര് പല്ലാകെ വെടക്കർന്ന് ചോന്ന കുറ്റിയോള് പോലെ. അപ്പാര് പറഞ്ഞത് ശരിയാ. സൗന്ദര്യമൊക്കെ കാശ് കൊടുത്താൽ വാങ്ങാം. സ്വത്തുള്ളവർക്കല്ലേ സൗന്ദര്യം. പാവങ്ങൾക്ക് എന്ത് പുഞ്ചിരി. പാവങ്ങൾ ചെറിക്കുമ്പോൾ അത് വെറും ഇളിച്ചിറി. വസ് പിടിച്ച് കുന്നംകുളത്ത് ഞാൻ ഒരു ദിവസം പോയി. എൻ്റെ അണക്കട പല്ല് ചുളുക്കനെ കുത്തിയപ്പോൾ ഞാൻ പോയി വിൻസെൻ്റ് ഡോക്ടറെ കാണിച്ച്. അയാൾ നസ്രാണിയാ. പക്ഷെ ലേശം വേദനയ്ക്കില്ല. അയാൾ പല്ല് പറിക്കുമ്പോൾ. കൈപ്പുണ്യമുള്ള മനുഷ്യനാ. അത് നമ്മുടെ സന്തോഷ ഡോക്ടർ. സിനിമാ നടിയോളെ അയാളുടെ അടുത്ത് പോവുക ഭംഗി കൂട്ടാനാ. ഏത് കോന്ത്രം പല്ലിയെ സുന്ദരിയാക്കാൻ ആ കുണ്ടന് കഴിയുന്ന എൻ്റെ അടുത്ത സുനി പറഞ്ഞത്. കാണാൻ നല്ല ചേലുള്ള ഡോക്ടറാ. പെൺകുട്ടികൾ ക്യൂ നിൽക്കുക അയാളെ കൊണ്ട് പല്ല് വെളുപ്പിക്കാൻ. നടക്ക് സിനിമയിൽ ചേരണോന്ന് ഞാൻ സുനിയോട് ചോദിച്ചു. ഓള് പറയുക, എനിക്ക് സിനിമ ചേരണ്ട, പക്ഷെ അങ്കമാലി പോയി ഡോക്ടർ സന്തോഷിനെ കാണണമെന്ന്. പെണ്ണിന് മുഴുത്ത പ്രാന്ത. എനിക്ക് ഒരു ഡോക്ടർ നസാണി ആയാലും വിരോധമില്ല, മാപ്പിള ആയാലും വിരോധമില്ല. കമലൂട്ടിയമ്മ പൊന്നാനി പോയി കുമ്മച്ചിയായി. അതിന് ശേഷം എനിക്ക് ജോനോമാരെ ഇഷ്ടമായി. അവറ്റയും ബാക്കിയുള്ള മനുഷ്യന്മാരെ പോലെ തലയല്ലേന്നു. അവറ്റക്കൂല്ലേ വിശപ്പ്, അവറ്റക്കൂല്ലേ രോഗവും മരണവും. അതെ, ആന്ത്രാക്സിനെ പറ്റിയാ ഞാൻ പറഞ്ഞിരുന്നു. ഒക്കെ മറന്നു. കത്തിൽ ഒരു പൊടി അയക്കുക. ആ പൊടി കയ്യുമ്മ തട്ടിയാ തുടങ്ങും പനി. മേലാസകല കുരു പൊന്തും. ഒടുവിൽ ശ്വാസം മുട്ടി ചാവും. ഇക്ക് പേടിയില്ല. ഇക്ക് കത്തേ വരാറില്ല. അതുകൊണ്ട് ഇക്ക് ആന്ത്രാക്സ് പിടിക്കില്ല. അതൊക്കെ ഇഷ്ടമുണ്ട്. ആണുങ്ങളുടെ കത്ത് വരാറുള്ളത് നമ്മുടെ ടീച്ചർമാർക്കാ. പോസ്റ്റ്മാനോ പറഞ്ഞതാ ആണുങ്ങളാ കത്തെഴുതണമെന്ന്. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അയാൾ അങ്ങോട്ട് ഇല്ലാണ്ടായി. ജാനുവമ്മേ, നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം മർമ്മത്ത് കൊള്ളും. അയാൾ പറയാ, അയാൾക്ക് ഇന്നെ പേടിയാ. കളവ് ചെയ്തോർക്കൊക്കെ ഇന്നെ പേടിയാ. തങ്കമ്മ എല്ലാ കൊല്ലവും വേളാങ്കണ്ണി പോകും. ദിവസം ഒരു മണ്ണിൻകുടത്തിൽ കാശിട്ട് വെക്കണത് എന്തിനാശുണ്ടോ? വേളാങ്കണ്ണി പോവാനുള്ള കാശാ. ബാക്കിയും കുറേ നസ്രാണിച്ചോൾ തങ്കമ്മയുടെ കൂടെ പോകും. കുട്ടികളുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകും. അവിടെ പോയി മടങ്ങുമ്പോൾ കുട്ടികൾക്ക് നല്ല പനിയും വയറിളക്കവും പിടിച്ചിട്ടുണ്ടാകും. പിന്നെ അവറ്റേയും കൂടി ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവും. കാശ് അപ്പടി തീരും. ഡോക്ടർമാർക്ക് തങ്കമ്മയെ കണ്ടാൽ ചോദിക്കും, ഇപ്പൊ ഒന്നും വേളാങ്കണ്ണി പോവാറില്ലേ? ഹിന്ദുക്കളാ ചെന്നിച്ചാ അവറ്റ ചോദിക്കും, നിങ്ങൾ ഗുരുവായൂർ പോണില്ലേ? മണ്ഡലക്കാലത്തല്ലേ ഗുരുവായൂർ പോകേണ്ടത്? ഡോക്ടർമാർക്ക് കാശുണ്ടാക്കാൻ വേറെ വഴിയൊന്നുമില്ല. സൂക്കട് പിടിപ്പിക്കണം. അതുകൊണ്ടല്ലേന്നും അവറ്റ കഴിയണത്. ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുമ്പോൾ ചിലവർ പിശുക്കാട്ടും. നാരായണ 5 ഉറുപ്പ്യ നോട്ടാ ഭണ്ഡാരത്തിലിടുക. വലിയ കാറിൽ നടക്കൽ ഇറങ്ങി വേഷ്ടിയും കസവും മുണ്ടും ഒക്കെ ആയി തൊഴാൻ വരണ ഒരു ഭണ്ഡാരത്തിൽ നക്കാപ്പിച്ച് ഇടാറുള്ളത്. ചിലപ്പോൾ ചില്ലുവാനം അല്ലെങ്കിൽ മുഷിഞ്ഞ 5 ഉറുപ്പ്യ നോട്ട്. കാശൊക്കെ തമിഴരും തെലുങ്കരും ബംഗാളിയോടും ഇടുന്നതാ. അവറ്റയ്ക്കാ വിശ്വാസം. നമ്മുടെ ആള് ഗുരുവായൂരപ്പനെയും കുറേശ്ശെ പറ്റിക്കാൻ നോക്കൂ. ചെറ്റത്തരും ഒക്കെയും ഗുരുവായൂരപ്പൻ കാണും, പകരം വീട്ടും. ഒടുവിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എത്തും ചെയ്യും പ്രാച്ചിത്തം ചെയ്യാൻ. അപ്പോഴാ തുലാവാരം കഴിപ്പിക്കുക. തുലാവാരം നടത്തണവരൊക്കെ മഹാഭാവികളാ.
പാപം തീരാൻ തുലാസ് കയറി കുത്തിയിരിക്കൂ. നേന്ത്രപ്പഴം കൊണ്ടും ചക്കര കൊണ്ടും പഞ്ചാര കൊണ്ടും തുലാവാരം കഴിക്കൂ. പാവം തീർന്നു എന്ന് വിചാരിച്ച് കാറ് കയറി ഗമയിൽ ഒരു മടക്ക. ഗുരുവായൂരപ്പനി പറ്റട പഴയ പഴവും ശർക്കരയും വേണ. ഈ ഭൂമിയിലുള്ള സകലതും ഗുരുവായൂരപ്പൻ്റെ സ്വന്തല്ലേ. പക്ഷേ പാപം ചെയ്യണവർക്ക് മനസ്സിൻ്റെ ഇടങ്ങറ് പോവാൻ വേറെ മാർഗല്ലേ. വഴിപാടും നേർച്ചയൊക്കെ കഴിക്കണ ഒരു പോംവഴി ഞാൻ ഇടയ്ക്ക് പറയും. നിങ്ങൾ ആദ്യം തന്നെ പാപം ചെയ്യണ്ടെന്ന് മനസ്സിൽ ഉറപ്പിക്കണം. പാപം ചെയ്ത് പിന്നെ പ്രായശ്ചിത്തം ചെയ്യണത് പോഴത്തല്ലേ. ഞാൻ പറഞ്ഞത് ആരാ കേൾക്കുക? എൻ്റെ അടുത്ത കുട്ടികളും കൂടി കേൾക്കില്ല. അമ്മമ്മ മിണ്ടാണ്ടേ ഇരിക്കുക. ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നാ സുനി പറയണത്. ഏടുമാഷ് പറഞ്ഞു, ജാനുമ്മ നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി തെണ്ടിച്ചുണ്ടാക്കിയ കാശോണ്ട അങ്ങടെ മക്കളും സുഖമായി ജീവിച്ചത്. പക്ഷെ ചൂരക്കഷായം കുടിക്കാത്തതിൻ്റെ കേട് അവറ്റിക്ക് ധാരാളമുണ്ട്. ചോറും വസ്ത്രവും കൊടുത്താൽ പോരാ, കുട്ടികൾക്ക് നല്ല തല്ലും കിഴുക്കും കൊടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏടുമാഷേ നിങ്ങളെ സ്കൂളിലല്ല അവറ്റ പഠിച്ചത്, നിങ്ങൾക്ക് കൊടുക്കാറുന്നില്ലേ ചൂരക്കഷായവും കിഴുക്കൂ? ഏടുമാഷ് അങ്ങോട്ട് ഇല്ലാണ്ടായി. എൻ്റെ മക്കളാരും കളക്ടറായില്ല ശരിയാ, പക്ഷേ അവറ്റ കക്കാൻ നടന്നിട്ടുമില്ല. എൻ്റെ അടുത്ത കുണ്ടന്മാർ പെണ്ണുങ്ങളെ പഠിക്കാൻ പോയിട്ടില്ല. അതൊക്കെ നിശ്ചണ്ട്. എൻ്റെ അടുത്ത കുട്ടികളെ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ബോംബെക്ക് പോയത്. ഗുരുവായൂരപ്പൻ എന്നെ വെടിഞ്ഞൂല്ല. അറിഞ്ഞിട്ട് ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല. അത് ഗുരുവായൂരപ്പന് നല്ലോണം അറിയാം. എൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് നല്ലോണം അറിയാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നല്ലോളാന്ന് കൊട്ടി ഘോഷിച്ചിട്ടുമില്ല. അതൊക്കെ നമ്മുടെ കുഞ്ഞിലക്ഷ്മി ഓളട അടവാ. എപ്പോൾ നോക്കിയാലും ഞാൻ പാവാണേ പഞ്ചപാവാണേ എന്നൊക്കെ പറഞ്ഞിട്ടാ ലോഗ്യം കൂടുക. തോന്നുമ്പോൾ കുറേശ്ശെ കരയാനും ഓൾക്ക് വിശണ്ട്. കരയാൻ തോന്നാണ്ടേ കരയാക്കിയ ശേഷം വിശല്ല. മത്തായി മാപ്പിളെ കണ്ടിട്ടില്ലേ? ചുണ്ടുമ്മേ പാണ്ടുള്ള തന്ത. അയാൾ ഇന്നെന്തേ വിളിച്ചതെന്നറിയോ? ചൊടല ഭദ്രകാളിന്ന്. കടം കൊടുത്ത കാശ് മടക്കി ചോദിച്ചു. ഇത് ഇത്ര വലിയ തെറ്റാ? 18 ഉറുപ്പ്യ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് മാസം 3 വേലി കെട്ടാൻ മുള്ളു വാങ്ങിക്കാനാന്നാ പറഞ്ഞത്. വേലിയും കെട്ടി പെരയ്ക്ക് കുമായവും തേച്ചു. ഇന്നെ കാണുമ്പോൾ തോർത്തും തലയിലിട്ട് ധൃതിയിലൊറ്റ നടത്താ. ഞാൻ ഒരു ദിവസം പിടിച്ചു. എൻ്റെ കാശ് തരാണ്ടേ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇക്കും വേണ്ടേ വേലി കെട്ടലും കുമ്മായം പൂശലും? നമ്പീശം വന്ന് തൊള്ളയിട്ട് തുടങ്ങി. ആണുങ്ങൾക്ക് ഈ വഴി കൂടെ നടക്കാൻ വയ്യാണ്ടായി. നിങ്ങൾ അവരുടെ മെക്കിട്ട് കയറി തുടങ്ങിയെന്ന് എന്നാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. മത്തായി മാപ്പിളെ ഉപദ്രവിക്കേ ഒന്നുമില്ലെങ്കിൽ അയാൾ നിങ്ങളുടെ അച്ഛനാവാൻ പ്രായമുള്ളൊരു മാന്യനല്ലേ? അംബീഷൻ്റെ ചോദ്യം ഈക്ക് കലി ഇളക്കി. ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പച്ചക്കറി പറയാക്കും വിശണ്ട്. നിങ്ങളോടാ പച്ചത്തെറിയ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളെനിക്ക് മാസാമാസം കാശ് തന്നിട്ടല്ല എന്നെ കൊണ്ട് കഥ പറയിപ്പിക്കണത്. കാശൊന്നും ഞാൻ കളയൂല. ഒക്കെ എൻ്റെ കട്ടിൻ്റെ ചോട്ടിൽ വെച്ച ഭരണിയിൽ വെച്ച് വാട്ടിയ ഇലോണ്ട് വായി കെട്ടി വെച്ചെടുക്ക. എപ്പോഴാ കാശിന് ആവശ്യം വരാമെന്ന് നിശ്ചല്യ. നമ്മുടെ അമ്മയാരില്ലേ, ഭാഗ്യലക്ഷ്മിന്ന് പേരുള്ള അമ്മയാർ, ദിവസവും അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഗുരുവായൂരപ്പനെയും തൊഴുത് മടത്തിലേക്ക് മടങ്ങിയിരുന്നതാ. എന്നിട്ടെന്തേ അമ്മയുടെ മുലയുടെ കീഴിൽ ഒരു മഞ്ചാടിക്കുരുവിൻ്റെ സൈസ് ഒരു മുഴ. വേദന ഇല്ലേനും. ആദ്യമേൽ ഡോക്ടർ ഒരു സൂചി എടുത്ത് കുത്തി. അതിൻ്റെ അകത്തെ ദുഷ്ട് വലിച്ചെടുത്തു. അപ്പോഴാ അറിഞ്ഞത് അമ്മയാർക്ക് ക്യാൻസറാന്ന്. പിന്നെ കൊണ്ടുപോയത് ബോംബേക്കാ. എന്തിനു പറയണു, ഒറ്റമൊലിച്ചായിട്ടാ അമ്മയാർ മടങ്ങിയത്. കേടുവന്ന മുല മുറിച്ച് ദൂരട്ട്. ഒരു വരിക്കച്ചക്കട വലിപ്പറന്ന് ആ മുറിച്ച് കളഞ്ഞ മുലിക്കുന്ന കണ്ടൂര് പറഞ്ഞത്. ഒരു മുല പോയാലും അമ്മയാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോക്ക് നിർത്തിയെന്നാ കേട്ടത്. വല്ലോരും കാണണ്ട അച്ചിട്ടാവും അമ്പലക്കുളത്തിൽ കുളിക്കാത്ത. പാവം. കാശ് എത്ര ചിലവായി? 30,000 എന്നാ കേട്ടത്. അമ്മയാരുടെ 2 ചെയിനും 6 വളയും വൈര്യമൂക്കുത്തിയും വിറ്റൂത്രേ. മൂക്കുത്തി ഇല്ലാത്ത അമ്മയാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ശ്രീത്ത അപ്പടി പോയി. പട്ടര് ജീവിച്ചിരിക്കല്ലേ. മൂത്തി ലേശം പച്ചാഞ്ഞൾ വരട്ടു, അത്ര തന്നെ. കാലിൻ്റെ വിരലിൽ വെള്ളിയോതര ഇട്ടിട്ടുണ്ട്, അത്ര തന്നെ. ഭാഗ്യലക്ഷ്മി എന്നാ പേര്. ഭാഗ്യം ഒട്ടും ഇല്ലേനി. രാഹുകാലത്തെ ക്യാൻസർ പിടിക്കാൻ നേടുമാഷ് പറഞ്ഞത്. അല്ലെങ്കിൽ കണ്ടകശനിയുടെ തുടക്കത്തിൽ. ശനി ചിലപ്പോൾ മല പോലെ വന്ന് മഞ്ഞ് പോലെ പൂന്ന് കേട്ടിരിക്കണു. ഞാൻ ഈ ജന്മം ജാതകം എഴുതിക്കില്ല.
എനിക്ക് അത്രണ്ട് വിശ്വാസവും ഇല്ല. എനിക്ക് ഇനി എന്താ അറിയണ്ട്? എനിക്ക് ഈ വയസ്സാലത്ത് ഒരു സമ്മതക്കാരൻ വരില്ല. ഓ, കുറിയിൽ ചേരുമായിരിക്കാം, കുറി കിട്ടുമായിരിക്കാം, കറുത്ത പശു പെറുമായിരിക്കാം, അതിലപ്പുറം ഭാഗ്യമൊന്നും എനിക്ക് ജന്മത്തിൽ വരില്ല. തീർച്ചയാ എൻ്റെ വയസ്സാ അതൊക്കെ ഇഷ്ടമല്ല. നിങ്ങളുടെ വയസ്സൊന്നും ഒക്കെ ആയിട്ടില്ല. നിങ്ങളപ്പടി നരച്ചു നേരെ കറുക്ക ഉപയോഗിക്കണ പൊടി കലക്കി തേച്ചൂടെ? ഞാൻ ഈ ജന്മം കറുത്ത പൊടി ചാലിച്ച് തല തേക്കില്ല. ഇക്ക സംബന്ധക്കാരൻ വരും വേണ്ട. കാലിൻ്റെ മുട്ടുമ്മൽ വേദനയാ. നിലത്തിരുന്നാ പിന്നെ എണീക്കാൻ വേണം രണ്ടാള് പിന്നെ പൊക്കാൻ. പണ്ടത്തെ ജാനുവമ്മയല്ല ഈ ജാനുവമ്മ. കുറശവാദമുണ്ട്. ഇനി ധാന്വന്തരം തേച്ച് തിരുമ്മണം. കുപ്പിക്ക് 50 60 എണ്ണി കൊടുക്കണം. ഞാൻ ആരാ? സാമൂതിരി കോലത്തെ തമ്പരാട്ടിയാ? എണ്ണ തേക്കേണ്ടേ തിരുമാണ്ടേയും കോലം കെട്ടുന്ന റൂം പോയി. കമലൂട്ടിയമ്മ അപ്പോൾ എന്നെ കണ്ട ആരാന്നറിയാണ്ട് ബേജാറാവും. അത്ര ഉണ്ട് മാറിയെടുക്കണു. കൊച്ചിയിൽ പോയാലോന്ന് നിരീക്കാറുണ്ട്. കുപ്പായം ഇട്ട് ഉമ്മച്ചി ആയാലും ധാന്വന്തരം എന്തായാലും കമലൂട്ടിയമ്മ വാങ്ങിച്ചു തരും. അത് തീർച്ചയാ. ഉമ്മച്ചി ആയാലും നാലപ്പാട്ട തറവാടിലെ ഉമ്മച്ചി അല്ലേന്നും. 18 ഇൻ്റെ അടുത്ത സുനി പറയാ ഇക്ക് ഇനി ചൂരിദാർ ഇടാൻ മോഹല്യാന്ന്. പാവാടം അടുത്തപ്പോഴാണ് ചൂരിദാർ മേടിച്ചു കൊടുത്തത്. ഓളക്ക് ഇഷ്ടം പോലെ ചൂരിദാറും കുപ്പായും ഒക്കെ ഉണ്ട്. ഒന്നിൻ്റെ നെഞ്ഞത്ത് അപ്പടി കണ്ണാടി കഷ്ണാ പതിച്ചെടുക്കണത്. നാടകത്തിൽ നിങ്ങൾ രാജാപാർട്ട് കണ്ടിട്ടില്ലേ? ദുഷ്യന്തൻ്റെ കുപ്പായം തിളങ്ങണ കണ്ടിട്ടില്ലേ? ആ കുപ്പായം പോലത്തെ വേഷം അന്ന് പെൺകുട്ടികൾ കെട്ടണത്. ഇപ്പോൾ ഓളക്ക് അത് മടുത്തു അത്രേ. ഓൾക്ക് ഷിഫോൺ സാരി കെട്ടണമെന്ന്. പൂക്കള് പുറത്ത് കാണാത്തന്തി സാരി ഉടുക്കണം എന്നാ ഓള് പറഞ്ഞത്. ജയലക്ഷ്മി ടീച്ചറിൻ്റെ സാരി കിഴിച്ചിട്ടാ ഉടുക്കണതെന്നാ സുനി പറയണ്. ടീച്ചർ നടന്ന് പോകുമ്പോൾ നോക്കി ചോര കുടിക്കണവർക്ക് ഒരു ഹര അത്രേ. ഹരം അതെന്തുട്ടാന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പറയാ നോക്കുമ്പോൾ കുളിരെടുക്കുന്നു. ടീച്ചറുടെ പൊക്കിളിന്ന് എന്താ അത്ര വിശേഷം എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെയും പൊക്കിള് പോലെ തന്നെ ആവില്ലേ ആ ഒരുമ്പട്ടോള പൊക്കിളും? സൂനി അങ്ങോട്ട് ഇല്ലാണ്ടേ. ഓള് പറയാ ബോംബെയിൽ കാശുള്ള പെണ്ണുങ്ങൾ പൊക്കിളിൻ്റെ അകത്ത് മിന്നണ മരതകക്കല്ലോ ബെയിലക്കല്ലോ പതിച്ചു വെക്കൂത്രേ. അതിനാ അവറ്റ സാരി കിഴിച്ചു കൊടുക്കണത്. ബോംബെയിൽ പെണ്ണുങ്ങൾ ആദ്യം ചെയ്യും, അതിലപ്പുറവും ചെയ്യും. അതിച്ചിട്ട് നീയും തുടങ്ങണം ആ ഒരു കൂട്ടം തോന്നിയാസം. നീ കുടുംബത്തിൽ ജനിച്ചോളാ. നമ്മൾ നായന്മാരാ പള്ളിച്ചാനായാതി. അത് മറക്കണ്ട. ബോംബെയിൽ പെണ്ണുങ്ങൾ യാതി മതവും ഇല്ലാത്തവരാ. അവറ്റ ചെയ്യണതൊക്കെ നീയും ചെയ്താ നിന്റെ മുഖത്ത് ഇവിടെ ഉള്ളവർ കാക്കരിച്ച് തുപ്പവും. പഠിപ്പ് കഴിഞ്ഞാൽ ടൈപ്പിന് പോവുക. അതിനുശേഷം കുളിയും കുളിച്ച് നാമം ചൊല്ലുക. അത്ര തന്നെ. നമ്മുടെ കുടുംബത്തിൽ ഒരു പെണ്ണും ചീത്ത പേര് കേൾപ്പിച്ചിട്ടില്ല. ഇനി കേൾപ്പിക്കൂല്ല. കുടുംബത്തിലെ ആണുങ്ങൾ ഇല്ലാണ്ടേ ആയിട്ട് നാണവും മാനവും കളഞ്ഞു വിളിക്കണ. അമ്മമ്മയ്ക്ക് ഇപ്പോഴത്തെ പരിഷ്കാരമൊന്നും അറിയില്ല എന്നാ പെണ്ണ് പറയണത്. അമ്മമ്മ എപ്പോഴും 1.5 മുണ്ടും ചുറ്റി അമ്പലത്തിൽ പോണു. ബാക്കിയുള്ളവർ അമ്മമ്മയെക്കാട്ടിലും പ്രായമുള്ളവർ അടിപൊളിയായിട്ട് നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളു നീർത്തുടങ്ങും. പെണ്ണ് പറയാ നമ്മുടെ നടി സുകുമാരി ചേച്ചി ചട്ടക്കാരിയിൽ ഉടുപ്പിട്ടില്ലേ? സുകുമാരി ചേച്ചി ജീൻസും ഷർട്ടും ഏതോ സിനിമയിൽ ഇട്ടു എന്നാക്കി ഓർമ്മ. പിന്നെ പിലോമന ചേട്ടത്തി കണ്ണാടയും വെച്ച് ചുണ്ടത്ത് ലിപ്സ്റ്റിക്കും ഒക്കെ ആയിട്ട് അമേരിക്ക അമ്മായിയുടെ റോളിൽ വന്നപ്പോഴോ നല്ല ചേലുണ്ടായിരുന്നില്ലേ? സുനി ചോദിക്കണ ചോദ്യാ. ഇന്നെ കൊണ്ട് ഉടുപ്പും കണ്ണാടയും ഇടിപ്പിക്കാനാ ഓള് ശ്രമിക്കണതേ. അത് ഇജ്ജമ്മ നടക്കുക. എന്തിനു പറയണോ? ഓൾക്ക് ഞാൻ തന്നെ കാശ് കൊടുത്തു ഷിഫോൺ സാരിയും ജാക്കറ്റും മേടിക്കാൻ. ഇനി പൊക്കിളിൻ്റെ അകത്ത് പതിച്ച് വെക്കാൻ ഒരു മരതകവും വേണ്ടി വരും. അത് എവിടുന്നാ കിട്ടുക? എനിക്ക് മരതകം വെക്കണവരെ ഒന്നും അറിയില്ല. പണ്ട് നാഗർകോയിൽ പോയിട്ടാ കമലൂട്ടിയമ്മ കുറച്ച് പവിഴം മേടിച്ചത്. സ്വർണ്ണത്ത് കെട്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വർണ്ണമണിയും. ആ മാല കുറേ കാലം 34 കഴുത്ത് കെട്ടി നടന്നായിരുന്നു. ഇപ്പോൾ കാണാനില്ല. വല്ലവർക്കും ഊരി കൊടുത്തിട്ടുണ്ടാവും. ചോദിച്ചാൽ തരാൻ മനസ്സില്ല എന്ന് പറയാൻ അതിന് വയ്യ. അതുകൊണ്ട് ഓരോ കൊതിച്ചോള് വന്ന് ഓച്ചാനിച്ച് ഒക്കെയും തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഉമ്മച്ചിയല്ലേ, ചിലപ്പോൾ കാതിൽ ചുറ്റു അരയിലെ ഏലസു ഒക്കെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. കാണാൻ മോഹമില്ലാണ്ടേ അല്ല, മതം മാറിയാൽ എനിക്ക് ദുഃഖമില്ല. അതൊക്കെയും ഓരോരുത്തരുടെ തലേന്നു. മതം മാറിയാലും മുഖം മാറില്ല. ഓ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് കമലൂട്ടിയമ്മയെ മനസ്സിലാവും തീർച്ച. അതിക്ക് ഇഷ്ടമുണ്ട്. ഇന്നെ കണ്ട
കമലൂട്ടിയമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അത് കെശിയുണ്ട്, നല്ല സ്ഥായിയുള്ള കൂട്ടത്തിലാ. ഇപ്പോൾ പേര് സൊറയ്യാന്നാ സുനി പറഞ്ഞത്. ഓള് കണ്ണി കണ്ട മാസികളൊക്കെയും വായിക്കും. ജോനോരുടെ മാസികയും നസ്ത്രാണിയോളെ മാസികയും നമ്മുടെ മാതൃഭൂമിയും ഒക്കെ എൻ്റെ അടുത്ത കുട്ടികൾ വായിക്കും. അവറ്റൊക്കെ അറിയാത്ത ഒരു കാര്യം ഈ ഭൂലോകത്ത് നടക്കണില്ല. അമേരിക്കക്കാർ മാപ്പിളമാരെ കൊന്നടക്കണത് നമ്മൾ ടി വിയിലും കണ്ടുല്ലോ. ഇക്കാഴ്ചകൾ കാണാനുള്ള മാനശക്തി ഇല്ല. കുട്ടിയോട് ചത്ത് കിടക്കണ ചിത്രങ്ങൾ ആ പേപ്പറിൽ നിന്നു രാവിലെ. പണ്ടൊക്കെ തീയത്തി പേപ്പറും കൊണ്ട് വരുമ്പോൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ പറയണത് പേപ്പർ വായിക്കണ്ടെന്നാ. എനിക്ക് യുദ്ധം മടുത്തു, കൊലയും മടുത്തു. ചിരിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ വായിച്ചോളോ. എന്നെ കരയിപ്പിക്കാണ്ടേ എൻ്റെ ഗുരുവായൂരപ്പ. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ വിചാരിച്ച അമേരിക്കക്കാരെ കൊണ്ട് യുദ്ധം നിർത്തിച്ചൂടെ? ഞാൻ വഴിപാട് ചെയ്യാറുണ്ട്, പക്ഷെ ദൈവം കേൾക്കണ്ടേ. നമ്മൾ പറയണതൊക്കെയും കേൾക്കാൻ ദൈവം വല്ല കളിക്കുട്ടിയാണ്. ആദ്യം നമ്മുടെ കൽപ്പന കേൾക്കുക. നാളെ ഒരു ദിവസം നമ്മുടെ ഏടുമാഷ് പറയാ, ജാനുവമ്മ നമ്മുടെ ദൈവങ്ങൾ നിശബ്ദരായിന്ന്. ദൈവങ്ങളുടെ നാക്ക് ഇറങ്ങിപ്പോയോ? ഇത് അവസാനത്തെ യുദ്ധാന്ന് ഏടുമാഷ് പറയണ്. ഇതോടക്കണം കലിയുഗം അവസാനിക്കൂ. നമ്മളാരും ബാക്കിയുണ്ടാവില്ല, എല്ലാവരും ചത്ത് വീഴൂ. അപ്പം നമ്മുടെ ക്രിയ ആരാ ചെയ്യുക? ഞാൻ ചോദിച്ചു. നമ്മുടെ 16 അടിയന്തിര ആരാ കഴിക്കുക? ഏടുമാഷ് ഉറക്ക ചിരിച്ചു. നമ്മുടെ 16 അടിയന്തിര കാക്കോള നടത്തി തരിക. അയാൾ പറയുക. മുക്കാടിന്ന് കാക്കോള് പറന്നു വരും. എല്ലാവരുടെയും 16 അടിയന്തിര അവറ്റ നടത്തും ചെയ്യും. ഏടുമാഷ് സാപ്തീകനാ, പക്ഷെ ചിലപ്പോൾ അയാളുടെ ഓരോ വാക്കും കട്ടുറുമ്പ് കുത്തണത് പോലെ വേദനിപ്പിക്കും. എല്ലാവരും മരിച്ചാൽ പിന്നെ പെലയും വലിയിടലും ഒന്നും ആവശ്യമില്ലല്ലോ. എന്നാലും ഏടുമാഷ് അത് പറഞ്ഞപ്പോഴേക്ക് വല്ലാത്ത ഇടങ്ങറ്. മനുഷ്യല്ലാത്തൊരു ഭൂലോകം, കാക്കോളും പട്ടികളും മാത്രം ബാക്കിയുണ്ടാവും. ഓക്കെ, ദൈവ നിശ്ചയം. 19ാമത്തെ കഥ. നമ്മുടെ യേശുദാസ് ഇല്ലേ, ആദ്യം ഈ ഭൂലോകത്തിലെ ഏറ്റവും മുന്തിയ പാട്ടുകാരനാ. എൻ്റെ അടുത്ത കുട്ടികൾ അദ്ദേഹത്തിനെ ഗാനഗന്ധർവെന്നാ വിളിക്കുക. ടി വിയിൽ ആദ്യം പാടുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ ടി വിയുടെ മുമ്പിലങ്ങോട്ട് ഇരിക്കും. മദ്രാസിലും ഇല്ലേ തമിഴര് പാട്ട് പാടുന്ന ഭാഗവതന്മാർ. പക്ഷെ അവറ്റ പാടുമ്പോൾ എൻ്റെ അടുത്ത സുനി വേഗത്തിൽ ടി വി അടയ്ക്കും. കാണാൻ കൊള്ളില്ല എന്നാ ഓള് പറയുക. തമിഴർക്കും ഇല്ലയോന്നും ഒരാനച്ചന്ത. നമ്മുടെ ജയലളിതയ്ക്ക് ഇല്ലേ കാണാൻ നല്ല ചേല്. പാട്ട് പാടുന്നവർക്ക് കാണാൻ ചേലുണ്ടാവണമെന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ സുനിയോട് ചോദിച്ചു. ഓള് അങ്ങോട്ട് ഇല്ലാണ്ടേ ആയിപ്പോയി. ചിലപ്പോൾ യേശുദാസിൻ്റെ കൂടെ ടി വിയിൽ വരിയുണ്ടാവും. പ്രഭ എന്നാ പേര്. നല്ല അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി. ഇത്ര വലിയ ഒരു മനുഷ്യൻ്റെ ഭാര്യയാണെന്ന് ആ കുട്ടിക്ക് വിചാരശേഷമില്ല. എല്ലാവരെ കണ്ടാലും ചുരുക്കും. ഒരു ദിവസം കമലൂട്ടിയമ്മ വിമാനത്തിൽ കയറി മുമ്പിലത്തെ സീറ്റിൽ അരപ്പട്ടയും കെട്ടി കുത്തിരിക്കുക. അപ്പോൾ ഈ പ്രഭ എന്ന് പറഞ്ഞ കുട്ടി അടുത്ത് വന്ന് പറയുക, ഞാൻ പ്രഭയാ, യേശുദാസിൻ്റെ ഭാര്യ. കാമലൂട്ടിയമ്മയ്ക്ക് സന്തോഷമായി. ചേച്ചിന്ന് വിളിക്കുന്നവരോടൊക്കെ 36ക്ക് വലിയ ഇഷ്ടാ. കണ്ടില്ല എന്ന് നടിക്കണവരെ 36ക്ക് അശേഷം ഇഷ്ടമില്ല. അവറ്റയുടെ പവർ കണ്ടായിക്ക് ഊറ വരും. പിന്നെ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നൊരു പറയലാ. അപ്പം ഞാനെന്തേ പറഞ്ഞുകൊണ്ട് വന്ന്, നമ്മുടെ യേശുദാസ് കണ്ട ഒട്ടും പ്രായം തോന്നില്ല. ചെറുക്കണ് കണ്ട നമ്മുടെ ചുറ്റുള്ള പെൺകുട്ടികളും ഒക്കെ ഒരു ശ്വാസം പെടും. ചിലപ്പോൾ അവറ്റയ്ക്ക് ശ്വാസം കിട്ടൂല. ഒരു യാതി കിതപ്പ. എനിക്കതൊന്നും ഇഷ്ടമില്ല. എൻ്റെ ചെറുപ്പത്തിലും ഞാൻ പാട്ട് പാടുന്നവരെ കണ്ടടക്കണു. എനിക്ക് ഈ പരവേശമൊന്നും ഉണ്ടായിട്ടില്ല. കൊടുവായൂരിൽ നിന്ന് ഒരു വാഗോദരി വന്ന് ഇടയ്ക്കിടെ പാടിയിരുന്നു. വാഗോദരി ചെറുപ്പാ, പക്ഷെ നമ്മുടെ ചെമ്പേ വൈദ്യയുടെ ശിഷ്യനായിരുന്നു. ശിവരാമൻ എന്നാ ഗോപാലകൃഷ്ണൻ എന്നാറ്റ പേര്. മരിച്ചു അത്രേ. തലമുടി നരക്കണതിൻ്റെ മുമ്പേ വാഗോദരി മരിച്ചു. ആളുകളുടെ കരിങ്കണ്ണ അത് കിശുണ്ട്. അസൂയക്കാരുടെ ദൃഷ്ടി സർപ്പങ്ങളുടെ വിഷം പോലെയാ. നല്ല വൈദ്യന്മാരെ കണ്ട വിഷം ഇറക്കാം. പക്ഷേ എങ്കിൽ കരിങ്കണ്ണ് തട്ടിയ ദൈവം തമ്പുരാനും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ അമ്പാഴത്തേലെ കുട്ടികൾക്ക് എന്തേ പറ്റിയത്? പാറൂട്ടിയമ്മയുടെ പെൺകുട്ടികൾ കാണാൻ 4 കണ്ണ് വേണം. വേശി കുട്ടികൾ മുഖം വെളുവിളാന്ന് തിളങ്ങും. അമ്പിളിമാമയുടെ എന്തേ തലോടിയോ മുട്ട് വരെ ഇറങ്ങിയിട്ട് ആകെ തിളങ്ങൂ. ചുരുണ്ട മുടിയാ. അമ്മയുടെ തൽസ്വരൂപർന്ന് ഞാൻ കണ്ടിട്ടില്ല.
നാട്ടാർ പറഞ്ഞു കേട്ടു. മൂത്ത ആളുടെ പേര് തങ്കം എന്നറിഞ്ഞു. ആ കുട്ടിക്ക് 16 വയസ്സായിരുന്നു. ഒരീസം സന്ധ്യയ്ക്ക് കോയിന്നോരത്തെ അമ്പലത്തിൽ പോയതാ. കാച്ചെണ്ണ തേച്ച് കുളിച്ചിട്ടാ മൂപ്പത്തിയുടെ പൂക്ക്. പനങ്കൊല പോലെ അല്ലേന്നും ആ കുട്ടിയുടെ മുടി. കയ്യുമ്മ ഞെറിയുള്ള പട്ട് ജാക്കറ്റും പച്ചക്കരം ഉണ്ടു, മംഗലാപുരം വളയും വെളുത്ത കല്ല് വെച്ച പതുക്കും ഒക്കെ ആയിട്ടാ പോയതേ. ചുറ്റുള്ളവരൊക്കെയും കരിങ്കണ്ണിയോളറിഞ്ഞ്. ദൃഷ്ടിദോഷം അത്ര തന്നെ. മടങ്ങിയാപ്പ തുടങ്ങി പനിയും വിറയലും. ഇക്ക് തലവേദനിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു അത്രേ. നമ്മുടെ മണ്ണാന്തറ ഉണ്ണിമായമ്മ പറഞ്ഞു തന്നതാ. ആയമ്മ എടുക്കാൻ പോയി പാർത്തർന്നു. എന്തിനു പറയണു, തലയിൽ ഐസ് വയ്ക്കാൻ ഏർപ്പായി കുന്നംകുളത്ത് പോയി ഐസ് കെട്ടാന്ന് അന്വേഷിച്ചു. കിട്ടിയില്ല. കുട്ടി 3-ാം പൊക്കം ബോധമില്ലാണ്ട് കിടന്ന് മരിച്ചു. വായിൽ തീർത്തും കൊടുക്കാനും കൂടി സഹിച്ചില്ല എന്നാ കേട്ടത്. ശിവ ശിവ, പാർട്ടിയമ്മ അനുഭവിച്ച ദുഃഖം ഞാനാച്ച താങ്ങില്ല. ഞാൻ അപ്പം തൂങ്ങിയിരിക്കായിരുന്നു. പാർട്ടിയമ്മയുടെ മുടി അപ്പടി ആ രാത്രി കൊണ്ട് നരച്ചു അത്രേ. വെഞ്ചാമരം പോലത്തെ മുടി. പാർട്ടിയമ്മയെ കണ്ടോര് ആ കാഴ്ച ജന്മം മറക്കില്ല. സുന്ദരി, അതിസുന്ദരി. അത്ര ഭംഗിയൊന്നും പിന്നെ അമ്പാഴത്തല പെൺകുട്ടികൾക്ക് കിട്ടിയില്ല. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഭംഗിയില്ലാണ്ടേ ജീവിക്കുക തന്നെ അസുഖം. കണ്ണ് പറ്റില്ലല്ലോ. വയസ്സായി പല്ല് കൊഴിയണ വരെ സുഖമായി ജീവിക്കുക. ആ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷം തീണ്ടണ പോലെയാ. അതിനൊരു വഴിയുണ്ട്. എനിക്ക് സകല ഗുരു എന്ന് പറയണ ഒരു കറുത്ത തമിയൻ പറഞ്ഞു തന്നതാ. അയാൾ നാഗർകോവിലെ ഒരു ജ്യോത്സ്യൻ. അയാൾക്ക് മുഖലക്ഷണം പറയാൻ വേഷമുണ്ട്. 5 ഉറുപ്പ്യ കൊടുത്ത കഴിഞ്ഞ ജന്മത്തിലെ ഈ ജന്മത്തിലെയും കാര്യങ്ങൾ മണി പോലെ പറഞ്ഞു തുടങ്ങും. ഞാനൊരു പട്ടരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അമ്മയാരെ തോണിയുമെന്ന് തള്ളിയിട്ടു അത്രേ. അമ്മയാർക്ക് 8 മാസം ഗർഭമായിരുന്നു. വീണപ്പോൾ കടവുള്ളേന്ന് വിളിച്ചു അത്രേ. പിന്നെ കണ്ണ് തുറന്നില്ല. ആ പാപത്തിന് പ്രായശ്ചിത്തായിട്ടാണ് ഞാനിപ്പോൾ നായരശ്രീ ആയിട്ട് ജനിച്ചത്. ഞാൻ വാസ്തവത്തിൽ ഒരു വട്ടരാ. വെങ്കിടീന്നാ പേര്. ഇത്ര പേരൊന്നും കണിച്ചം പറയാൻ നമ്മുടെ സകല ഗുരുവിന് കഴിയില്ല. ആ കരിങ്കണ്ണിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ. കുറച്ച് പഠിക്കാനും മേടിക്കണം. അത് അമ്പട്ടന്മാരുടെ കയ്യിൽ നിന്ന് മേടിക്കുക. അതെടുത്ത് ദൃഷ്ടിദോഷം തട്ടിയവരെ 3 തവണ ഉയ്യണം. പിന്നെ അത് കൊണ്ടുപോയി റോട്ടിലിടണം. അതിൻ്റെ മീതെ കൂടി കാറോ ലോറിയോ പോവുമ്പോൾ കരിങ്കണ്ണിൻ്റെ ബലവും പോവും. ഇക്കത് വിശ്വാസമാണ്. ദാസുമേനും വിശ്വാസമാണ്. കമലൂട്ടിയമ്മ മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ച ദാസുമേനോ എന്നെ കൊണ്ട് 36 ഒഴിയിക്കും. ആദ്യം ഉപ്പും മുളകും കൊണ്ടാണ് ഒഴിയിക്കുക. അതിന് ശേഷമാണ് പഠിക്കാരം കൊണ്ടുള്ള പ്രയോഗം. പിന്നെ സ്വൈരായിട്ട് കിടന്നുറങ്ങും. ചെറുപ്പത്തിൽ കാണാൻ 4 കണ്ണ് വേണം. ഇക്ക ദൃഷ്ടിദോഷമൊന്നും പറ്റിയിട്ടില്ല. ഇല്ലാത്തവർക്ക് എന്ത് ദൃഷ്ടിദോഷം? കാശില്ലാത്ത പെണ്ണുങ്ങളോട് ആർക്കും കണ്ണടി ഉണ്ടാവില്ല. അത് കിശുണ്ട്. അടപ്പയിലെ കുഞ്ഞിലെ ആർക്കും കണ്ണടി ഉണ്ടാവില്ല. അത് കിശുണ്ട്. അടപ്പയിലെ കുഞ്ഞുലക്ഷ്മി ഇല്ലേ, ആ കോന്ത്രമ്പല്ലി, ഓള് ഗുരുവായൂർ ഏകാശി ഉണ്ട് തുടങ്ങിയിട്ട് പറയുക, ജാനുവമ്മക്ക് കണ്ണു പറ്റി. ഞാൻ ചോന്ന ജാക്കറ്റിട്ട് പുളിയക്കര മുണ്ടും ചുറ്റി അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ കൂടി നടക്കുകയായിരുന്നു. ഓരോട്ടം കറുത്ത പെണ്ണുങ്ങൾ ഇന്നെ നോക്കി മോറ് വീർപ്പിക്കുക. തിരുവിതാംകൂറിന്ന് തൊഴാൻ വന്നവരാണത്രേ. ഇൻ്റെ നിറവും ഇൻ്റെ ചോന്ന ജാക്കറ്റും ഒക്കെ കണ്ടിട്ട് അവറ്റയ്ക്ക് അസൂയ സഹിക്കാൻ വയ്യ. അവറ്റയുടെ പേച്ച് നമുക്ക് തിരിയില്ല. നമ്മുടെ ഭാഷയല്ല അവറ്റയുടെ ഭാഷ. ഏടുമാഷ് ഒരിക്കൽ പറഞ്ഞു, തിരുവിതാംകൂറുകാർ സംസ്കൃതത്തിലാണ് സംസാരിക്കുകയെന്ന്. സംസ്കൃതമായിരിക്കും, ഇല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും. എനിക്ക് നമ്മുടെ ഭാഷയാണ് ഇഷ്ടം. ഞാൻ ഈ ജമ്മൻ തിരുവനന്തപുരം ഭാഷ പഠിക്കില്ല. അത് കിശുണ്ട്. എനിക്ക് ഭാഷയോട് വിശാക്കാൻ വലിയ വിഷമമില്ല. മറാഠി ഞാൻ പഠിച്ചെടുക്കണം. ഗുജറാത്തിയും വിശണ്ട്. കോൻ ദർവാജ കക്കട വെച്ചേന്ന ഗുജറാത്തിയോട് ചോദിക്കുക. നമ്മൾ അവറ്റയുടെ വാതിലുമ്മ തട്ടിയാ ചോദിക്കണ ചോദ്യ. തിരുവിതാംകൂർ ഭാഷയ്ക്ക് വടിയില്ല. ഞാനെന്തിനാണ് ഈ സംസ്കൃതം പഠിക്കുന്നത്? സംസ്കൃതം നമ്പൂരിയോട് പഠിക്കട്ടെ. ഒക്കെ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പ്രധാനമന്ത്രി ഇല്ലേ, വാജ്പേയി, ആദ്യം ലണ്ടനിൽ പോയിട്ട് ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അതൊരു വെപ്പ് വെച്ചതാ. രാജ്ഞിയും ആയമ്മയുടെ പ്രധാനമന്ത്രി വായ തുറന്ന് ഇരുന്നുണ്ടാവും. അവറ്റയ്ക്കറിയോ ഹിന്ദി ഭാഷ? നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് നല്ലോണം വിശണ്ട്. പക്ഷെ സായിപ്പന്മാരെ നാട്ടിൽ പറയില്ല. ഇംഗ്ലീഷ് തെറ്റിയാലോ എന്ന് സംഖ്യ. സായിപ്പന്മാരുടെ എന്തി വെള്ളം പോലെ ഇംഗ്ലീഷ് തൂറാൻ നമ്മുടെ വാജ്പേയിക്ക് കഴിയില്ലല്ലോ. ആദ്യം ഭാരതവാസിയല്ലേന്നു
കാണാൻ നല്ല ശ്രീത്തുണ്ട്, വയസ്സായി. ശ്രീത്തം പോയിട്ടില്ല. രാജ്യം വരച്ചു തുടങ്ങിയ ശ്രീത്തം പോയി കോലം മാറും. ഉറക്കം കിട്ടൂലേ? മുള്ളും കെട്ടുമ്മൽ കിടക്കണന്തിയാ രാജ്യം ഭരിക്കണത്. എപ്പോഴല്ല ഒരു രാജ്യം ഭരിക്കുക? എല്ലാത്തിനും കാശ് വേണ്ട. പ്രധാനമന്ത്രിക്ക് നോട്ടടിക്കാൻ വയ്യല്ലോ. പാവം. ആൻ്റണിയാ നല്ലോനാ? ഇപ്പോൾ കുറേ ചെറുപ്പാവുണ്ട്. മുഖ്യമന്ത്രി അല്ലേന്നോ? നല്ല വെപ്പുകാരുണ്ടാവൂലോ. ചീരയും ചോറും കഴിച്ചറിഞ്ഞ നൂപ്പരാ. ഇപ്പോൾ ഇറച്ചി മീനും ഒക്കെ കൂട്ടി ഉണ്ണുമായിരിക്കൂ. ശരീരം ഒന്ന് നന്നാവട്ടെ. മന്ത്രിയോട് അവനവൻ്റെ ശരീരം നല്ലോണം നോക്കണം. നാട് മുഴുവനും സർക്കിട്ടല്ലേ, വിളക്ക് കത്തിക്കലു സുഖ ജീവിതം. മന്ത്രിയാവാൻ മോഹം ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? മന്ത്രിയാവാൻ മോഹമില്ലാത്ത ഒരു പെണ്ണൊരുത്തി കേരളത്തിലുണ്ടോ? മോഹമൊക്കെ ഉണ്ടേ. ഒന്നുകിൽ കോൺഗ്രസ് ആവും, ഇല്ലെങ്കിൽ നായനാരുടെ പാർട്ടി ചേരണം. ഈ 2 പാർട്ടിക്കാരെ മുഖ്യമന്ത്രിയാവും. ഏടുമാഷു പറഞ്ഞതാ. നിങ്ങൾക്ക് നായനാരോടാ ഭ്രമം? പക്ഷേ ജാനുവമ്മേ, നിങ്ങൾ കോൺഗ്രസ്സിനാ ചേരുക. 20ാമത്തെ കഥ. എല്ലാ ദിവസവും ഓരോരുത്തർ കെട്ടിത്തൂങ്ങിച്ചാവണ വർത്താനം ആ പേപ്പറിൽ കാണുക. കെട്ടിത്തൂങ്ങാൻ മരം വേണം, ഇല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ തട്ടുമെന്ന് തൂങ്ങാം. പൊട്ടാത്ത ലേശം കയറും വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ആരും തൂങ്ങിച്ചാവില്ല. വീടുണ്ടാക്കണേന് വേഗുന്ന കടം വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ വീടുകാരുടെ കാശ് വാങ്ങിയിരിക്കും. കടം വാങ്ങി ഒരു കാശ് മടക്കി കൊടുക്കണ്ടേ? കടങ്ങം വാങ്ങുമ്പോൾ അതൊന്നും ആലോചിക്കില്ല. കടം വാങ്ങി സുഖിച്ചോരല്ലേനും തൂങ്ങി മരിക്കണ്, അല്ലെങ്കിൽ ലേശലി വശാത്താക്കും. എന്തിനു പറയണു? മരിച്ചവൻ്റെ പേരും ഫോട്ടോ ഒക്കെ രാവിലത്തെ പേപ്പറിൽ കാണാം. എനിക്ക് തൂങ്ങിച്ചാവാനുള്ള യോഗം വരില്ല. ഞാൻ എപ്പോഴാണ് കടം വാങ്ങിയത്? കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അശേഷം ഓർമ്മയില്ല. എൻ്റെ മുറ്റത്ത് ആരും കയറിയിട്ടില്ല കാശ് മടക്കണമെന്നും പറഞ്ഞും കൊണ്ട്. കാശില്ലെങ്കിൽ ഞാനപ്പോൾ പഷ്ണി കിടക്കും, അത്ര തന്നെ. ഉണ്ണ അരിയില്ലാത്തില്ലെങ്കിൽ ഞാനപ്പോൾ പഷ്ണി കിടക്കും. ഉണ്ണ അരിയില്ലാത്ത കാലത്ത് പച്ചച്ചക്ക വേവിച്ച് തിന്നടക്കണു, ചേന വേവിച്ച്, മുളക് ചതച്ച് അതും തിന്നിട്ടുണ്ട്. എല്ലാം ശീലമുണ്ട്. കപ്പയും കാച്ചിലും നനക്കഴുങ്ങും കാവത്തും ഒക്കെ ഞാൻ പുഴുങ്ങി തിന്നടക്കണു. എൻ്റെ വയറിന് അരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിശക്കുമ്പോൾ എന്തെങ്കിലും തിന്നണം, അത്ര തന്നെ. ബോംബെയിൽ താമസിക്കുമ്പോഴും മറാഠികൾ തിന്നണ ബജ്റ റൊട്ടി ഞാൻ തിന്നടക്കണു. അതിൻ്റെ സ്വാദൊന്ന് വേറെയാ. അത് കയ്യമ്മൽ വെച്ച് കട്ടിയിൽ വരുത്തണം, എന്നിട്ട് ദോശത്തട്ടമ്മ വെച്ച് ചുട്ടെടുക്കണം. അത് പുളിയിഞ്ചി കൂട്ടിയിട്ടാണ് ഞാൻ തിന്നത്. ഗൽഗപ്പാന്ന് വിളിക്കണ പൂരിയില്ലേ, ഉറുപ്പിയുടെ എന്ത് ചെറിയത്, അത് ചിന്നക്കുട്ടിന് വലിയ ഇഷ്ടമായിരുന്നു. ഒറ്റ ഇരിപ്പിൽ 30 കഴിക്കും. അതിൻ്റെ ഒപ്പം ശകല ഉരുളൻകിഴങ്ങ് വേവിച്ചതും പുളിവെള്ളവും ചിന്നക്കുട്ടൻ കഴിക്കും. ഗോൽഗപ്പാന്നും വിളിക്കുക, പാനിപൂരിന്നും വിളിക്കുക ആ പൂരിനെ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടം ചൗപ്പാത്തിൽ വൃത്തില്ലാത്തവർ വെക്കണം വേൽപൂരി തിന്നാനാ. അതിന് നനച്ച അവലും പച്ചമാങ്ങയും ഉള്ളി മിച്ചറും ഒക്കെ ഉണ്ടാവും, ചെറുനാരങ്ങയുടെ നീരും ഉണ്ടാവും. അത് കുട്ടികൾ അമ്മയും അച്ഛനും കാണാണ്ടിയാ തിന്നുക. ഹിന്ദിക്കാരും മറോട്ടികളും കൈ കഴുകാണ്ടിയാ വേൽപൂരി കഴിക്കണത്. വയറിളക്കം പിടിക്കുന്ന ദാസമേനോൻ പറയുക. ദാസമേനോന് വലിയ ചിട്ടയാ. തിളക്കാത്ത വെള്ളം കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് 100 വട്ടം പറയും. ഇന്നേയും വിശ്വാസമില്ല. മൂപ്പര് അടുക്കളയിൽ വന്ന് ചോദിക്കുക, വെള്ളം കുറേ നേരം തിളച്ചില്ലേ? പാല് തിളച്ച് 3 വട്ടം പൊങ്ങിയൊന്നില്ലേ? പച്ചക്കറി 3 തവണ കഴുകിയോ? ശിവ, ചിലപ്പോൾ എനിക്ക് ചട്ടകം വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ തോന്നും. ഇങ്ങനെയുണ്ടോ ഒരു സംശയം? ശങ്കയാണ്. കുട്ടികൾക്ക് പനി വരും, അവറ്റയ്ക്ക് വയറിളക്കം പിടിക്കുന്നൊക്കെയാണ് മൂപ്പര പേടി. സൂക്കട് വരണതൊക്കെ ഒരു യോഗ. കാശുള്ളവർക്കും വയറിളക്കം കിട്ടാറില്ലേ? ഈച്ച ചുണ്ടത്തി ഇരുന്നിട്ട് വേണോ ടൈപ്പോയിഡ് കുടിക്കാൻ? ഇതൊക്കെയും ഗുരുവായൂരപ്പൻ്റെ നിച്ചല്ലേ, നമ്മുടെ നിച്ചല്ലല്ലോ. നമ്മുടെ വല്യമ്മ അല്ലേ സാക്ഷാൽ വാലാമണിയമ്മ. അതിന് ടൈപ്പോയിഡ് പിടിച്ചത് പരിപ്പ് പ്രഥമം കുടിച്ചിട്ടാത്രേ. 36ക്ക് പ്രഥമം വലിയ ഇഷ്ടാ. പിറന്നാളിൻ്റെ അന്ന് പറയും, ജാനോ പരിപ്പ് പ്രഥമം മതി, സേമിയ പായസം വേണ്ടാന്ന്. സേമിയ പായസം കുടിക്കില്ല, കണ്ടാൽ തന്നെ അറപ്പാത്രേ. കൃമിയോളെ പോലെ അന്നൊക്കെ പറഞ്ഞെടുക്കണ്. വാലാമണിയമ്മയ്ക്ക് പാലിൻ്റെ പായസം ഇഷ്ടമില്ല, പാല് കുടിക്കില്ല. മോരിൻ്റെ വെള്ളം കുടിക്കും. വെണ്ണ അപ്പടി കടഞ്ഞെടുത്ത മോരാവണം. സംഭാരം അതിന് തൈരും വേണ്ട, നെയ്യും വേണ്ട. ശരീരം നന്നാവണതൊന്നും വേണ്ട. അതുകൊണ്ടല്ലെന്നും 36 ഇത്ര പരോശമായി കിടക്കണത്.
കർക്കിടാസത്തിലെങ്കിലും ലേശം മരുന്നൊക്കെ സേവിക്കണമെന്ന് ഞാൻ എത്ര പറഞ്ഞെടുക്കണു, കേൾക്കില്ല. ശരീരം നോക്കണമെന്ന് അശേഷം മോഹമില്ല. പിണ്ണത്തൈലം തേച്ചൂടെ, അല്ലെങ്കിൽ മുക്കൂട്ട്, അതിവിശേഷമല്ലേ മുക്കൂട്ട്. രാവിലെ തേച്ച് തിരുമ്മി പയറും തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കാണാൻ ചെയ്യലുണ്ടാവും. ഇല്ലാത്തൊരു തൈലം തേക്കാത്തത് കാശില്ലാത്തോണ്ടാ. കാശുള്ളൊരു കർക്കിടകത്തിൽ എന്താ തൈലം തേക്കാത്തത് എന്തുകൊണ്ടാ? ഈ കേസില്ല. ഞാൻ പണ്ട് കേട്ടിരിക്കണു നമ്മുടെ പുതുവീട്ടിലെ ഉണ്ണികൃഷ്ണൻ ദിവസവും തൈലം തേച്ച് കുളിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തിളക്കം. ഞാൻ ആരെ പറ്റിയാ പറയണമെന്ന് നിശ്ചയുണ്ടോ? കൊയിലാണ്ടി അമ്മൂട്ടിയമ്മയുടെ മോനെ പറ്റിയാ പറയണ്. ഗതറ വേഷം, നല്ലോണം തടിയുണ്ട്. വീട്ടുകാരൊക്കെ തടിച്ചിട്ടാ. നമ്മുടെ സരോയിനി മാത്രമേ ഉള്ളൂ ഒരശുവായിട്ട്. പാവം, എന്ത് സായുള്ള കുട്ടിയാ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ ഉണ്ണീഷ്ണൻ ഒന്നും തൈലം തേക്കും, ബാക്കിയുള്ള മന്ത്രികളൊക്കെ ആ ശീലമല്ല. അതുകൊണ്ടല്ലേന്നു അവറ്റയുടെ മോന്തയൊക്കെ കരിഞ്ഞുകൊണ്ട് കോൺഗ്രസ്സാ. അതിക്ക് ശില്ല. ഉണ്ണീഷ്ണൻ കോൺഗ്രസ് ആയിരിക്കും, കമ്മ്യൂണിസ്റ്റ് അല്ല എന്നൊക്കെ ഇഷ്ടമുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ കാണാൻ കൊള്ളില്ല. കയ്യുമ്മൽ മൊരി ഉണ്ടാവും, മുട്ടുമ്മൽ ഒന്നുകിൽ ചൊറി അല്ലെങ്കിൽ ചൊറി പിടിച്ച പാട്. അവറ്റയ്ക്ക് കൊടിയും പിടിച്ച് റോട്ടിൽ കൂടെ നടക്കാനേ അറിയൂ. ശ്രീത്തല്ല, ശ്രീത്തൻ കോൺഗ്രസ്സർക്കാ. നമ്മുടെ കരുണാകരനെ നോക്കിയിട്ടുണ്ടാ, പാലിൻ്റെ നിറ. ആദ്യം രാവിലെ എണീറ്റാൽ ചായയും കാപ്പിയും കുടിക്കില്ല, അത്ര ഇളനീര് കുടിക്കും, ഇല്ലെങ്കിൽ വാറിലെ വെള്ളം വലിച്ചു വാരി തിന്നൂല്ല. ഇഡ്ഡലി ആണെങ്കിൽ 2 ഇഡ്ഡലി. ഞാനിതൊക്കെ കേട്ടറിഞ്ഞതാ. അദ്ദേഹത്തിൻ്റെ പഴയ ഡ്രൈവർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു തന്നതാ. അയാളിപ്പോൾ ആരുടെ കൂടെയാണ് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടാ? നമ്മുടെ വസന്താമ്മയുടെ കൂടെ. ഡോക്ടറേ, സുന്ദരമ്മേൻ്റെ ഭാര്യ. തമിഴരും തെലുങ്കരും ഗുജറാത്തികളും ഒക്കെ തൊണ്ടയിൽ മുഴ വരുമ്പോൾ വസന്താമ്മയെ വന്ന് കാണൂത്രേ. സൂക്കട് മാറും ചെയ്യും. സൂക്കട് മാറണത് മരുന്നിൻ്റെ ഗുണം കൊണ്ടല്ലേ നായരെ. മരുന്നടയിൽ കിട്ടും. കാശുള്ളവർക്ക് ഏത് മരുന്ന് വേണേലും വാങ്ങാൻ സേവിക്കുക. പക്ഷേ കൈപുണ്യം വേണം. നമ്മളെ ചികിത്സിക്കണവരുടെ കൈപുണ്യം കൊണ്ടാ സൂക്കട് മാറുന്നത്. അത് നിങ്ങൾക്ക് നിശ്ചല്ലേ. ദാഹരണത്തിലും വേണ്ടേ കൈപുണ്യം. നമ്മുടെ ടി വിയിൽ ചിലപ്പോൾ ഒരു പരിഷ്കാരി പെണ്ണ് കോഴിക്കറിയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കണത് കാണാം. ഉണ്ടാക്കിയതൊക്കെ പാത്രത്തിൽ നിരത്തി വെക്കും. നമുക്ക് തോന്നും അതിന് നല്ല സ്വാദാണ്. തിന്നുമ്പോഴല്ലേ അറിയൂ. മൂത്ത് പൗഡറും ചുണ്ടത്തിൽ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് വെച്ചിട്ട് കോഴിക്കറിക്ക് സ്വാദം ഉണ്ടാവണമെന്നില്ല. നാരായണൻ നായരുടെ മുഖത്ത് പൗഡർ ഉണ്ടായിരുന്നോ? അയാളുടെ ചുണ്ടത്തിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഓ, പക്ഷെ അയാൾ കലച്ചട്ടിയിൽ ഉണ്ടാക്കിയിരുന്ന കുറുക്കുകാളൻ്റെ രുചി എന്തായിരുന്നു? കൊച്ചുമ്മ പറഞ്ഞിരുന്നു. നാരായണൻ നായർ സാക്ഷാൽ നളനാണ്. അയാളുടെ കാലം കഴിഞ്ഞപ്പോൾ നാലപ്പാട്ട സാമ്പാറും കാളനും ഒക്കെയും ചറന്നാവും ചെയ്തു. നേന്ത്രക്കായ തോല് കളയാതെ അരിഞ്ഞിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു. എനിക്കിപ്പോൾ വായിൽ വെള്ളം വരണു. ഇനി ആ മെഴുക്കുവരട്ടി ഇജ്ജമ്മൊക്കെ കിട്ടില്ല. നിങ്ങൾക്ക് എന്ത് കൂട്ടാനാണ് ഇഷ്ടം നായരെ? ഒരു ദിവസം ഇട ഊണ് കഴിച്ചോളി. നിങ്ങൾ ബ്രാഹ്മണൻ്റെ മോനല്ലേ, മീനും ഇറച്ചിയും കൂട്ടില്ലാലോ. അതുകൊണ്ട് ചേമ്പിത്തണ്ടോണ്ട് പുളിശ്ശേരി വെച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ടാ? ഞാൻ ഉണ്ടാക്കിത്തരാം. മത്തട ഇല അതിവിശേഷ. ചീനച്ചട്ടിയിൽ അടച്ച് വേവിക്കണം. ഒടുവിൽ ഉപ്പ് ചേർത്ത് ഉലുവ വറുത്തിട്ടാൽ മതി. കൊണ്ടാട്ടം കൂട്ടില്ലേ? നാലപ്പാട്ട് കുമ്പളങ്ങയുടെ തോല് ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കിയായിരുന്നു. മോര് കൂട്ടി ഉണ്ണുമ്പോൾ കൊണ്ടാട്ടം വേണം. അല്ല നേരെ വടോപ്പുളി നാരങ്ങയുടെ ഉപ്പിലിട്ടതും. എൻ്റെ വായിൽ വെള്ളം വരണം. ഞാനോ ഭക്ഷണപ്രിയോ? അതെന്തൂട്ടൊക്കെ ഇഷ്ടമില്ല. ഞാൻ ഒരു നായർ സ്ത്രീ. നായരാച്ചാ കിരിയത്ത നായരൊന്നുമല്ല, വെറും പള്ളിച്ചാലാ. പക്ഷെ എനിക്ക് ഇത്തിരി ശുദ്ധവും അശുദ്ധവും ഒക്കെ ഉണ്ട്. വാലാമണിയമ്മ പറഞ്ഞു കേട്ടെടുക്കണു, നമ്മുടെ ഗാന്ധിജി ഭാര്യയെ കൊണ്ട് പോലേരുടെയും ജോനോമാരുടെയും ഒക്കെ തീട്ടം കോരിച്ചു എന്ന്. അന്നൊക്കെ തോട്ടിയോളാ മറപ്പൊരെന്ന് തീട്ടം കോരിക്കൊണ്ടുപോവുക. ഭാര്യ എന്താ ചെയ്യുക? കരഞ്ഞുകൊണ്ട് കോരി. എൻ്റെ ഭർത്താവാ തീട്ടം കോരാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ കോരില്ല. കെട്ടുകാലി എടുത്ത് വലിച്ചെറിയും. എന്നിട്ട് ഒറ്റ നട. എവിടക്കാന്ന് അതൊക്കെ ശരിയ. കാശിക്കാവും, ഇല്ലെങ്കിൽ കടലിൽ ചടി മരിക്കും. സംബന്ധക്കാരൻ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് വല്ല നിയമമുണ്ടാ? നമ്മളും മനുഷ്യരല്ലേന്നു, പെണ്ണുങ്ങളും മനുഷ്യരല്ലേ നായരെ. ആണുങ്ങളെ നിൽക്കേണ്ടടത്ത് നിർത്തണം. അവറ്റ നമ്മൾ വരച്ച വരയിൽ നിൽക്കണം. ഇല്ലെങ്കിൽ ശീലാവതിയുടെ ഭർത്താവിൻ്റെ എന്തെയും കയറി കുത്തിരിക്കും. എന്നിട്ട് നമ്മളോട് പറയൂ ഇന്നെ തേടിച്ചാളുടെ കുടിയിലേക്ക് കൊണ്ടുപോകണമെന്ന്. മതി, മഹർഷിയായിരുന്നു എന്ന് കേട്ടു. മഹർഷിക്ക് കുറേശ്ശെ കുഷ്ടം ഉണ്ടായിരുന്നു. എന്നിട്ടോ പാവം ശീലാവതി അതിനെയും
ജോലി വെച്ച് നടന്നുപോയി തേടിച്ചോള കുടിയിലേക്ക്. ഓ കാലിൻ്റെ അടിയിൽ നിന്നൊരു ബേറേല് വരിക. ഞാനാ ശീലാപതി ചോന നേലത്തിട്ട് എങ്ങിട്ടെങ്കിലും പോവും. ആദ്യം മേലാസകല സോപ്പ് തേച്ച് കുളിക്കും. കൂട്ടരോഗീനെ അല്ലേ ചോല് കയറ്റിയത്. പണ്ടത്തെ കാലത്ത് കുഷ്ഠത്തിന് മരുന്നുമില്ല. ഇപ്പോഴത്തെ ഡോക്ടർമാർ കുഷ്ഠം മാറ്റിക്കൊടുക്കും, ക്ഷയവും മാറ്റിക്കൊടുക്കും. ഒക്കറ്റിനും ഓരോ ഗുളിക. ചിലപ്പോൾ തുണി പൊക്കിയിട്ട് ചന്തിമേൽ ഒരു കുത്തിവെപ്പാ. എനിക്ക് ആലോചിക്കുമ്പോൾ ചെറി വരിക. ഡോക്ടർമാർ എത്ര ചന്തി കണ്ടെടുക്കണു എന്നെ കുത്തിവെക്കണമെന്ന്. പ്രഭാകരൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യമ്മൾ കുത്തിവെച്ചോളോ, എൻ്റെ ചന്തി ജന്മങ്ങൾ കാണില്ല എന്ന്. പ്രഭാകരൻ ഡോക്ടറെ അങ്ങോട്ട് ഇല്ലാണ്ടായി. 21ാമത്തെ കഥ. നമ്മുടെ കുമാരയ്യേ തുണിയോള് അലക്കി കൊണ്ടുവരണോൻ, ഉയരം കുറഞ്ഞിട്ട് നല്ലോണം കറുത്തിട്ട് ഓർമ്മ ഇല്ലാണ്ടിരിക്കില്ല. ഓൻ ഇന്നാള് പറഞ്ഞതാ, ജോനന്മാര് കോണം കൊടുക്കൂല, റോയർ ഇടൂല, നസ്ത്രാണിച്ചോള് പള്ളി പോകുമ്പോഴും ചടിയിടൂല, മൂത്രം മുട്ടുമ്പോൾ നിന്നോണ്ടൊക്കെ ഒപ്പിക്കൂ. നിക്കണ് കണ്ടാ തോന്നും ധ്യാനിക്കാന്ന്. ശേഷറോന്ന് മൂത്രം ഒഴിക്കുക. പിന്നെയും നടന്നു തുടങ്ങുമ്പോൾ കാണാൻ കണ്ണടച്ച് നിന്നടുത്ത് മൂത്രത്തിൻ്റെ തളം. എനിക്ക് പരിഷ്കാരമൊന്നുമില്ല. പക്ഷേ ആദ്യം അതുകൊണ്ട് 5 മുഴത്തിൻ്റെ 1.5 മുറുക്കി അങ്ങോട്ട് കൊടുക്കും. അരക്കെട്ടിനും ഉറപ്പ് വേണ്ടേനു. ദേഹാസകലം കുലിക്കൊണ്ട് നടക്കാൻ പാടുമോ? പെണ്ണായിട്ടല്ല ജനിച്ചത്. വേലപ്പാരുടെ അനന്തരോളാ ഞാൻ. അതല്ലാന്ന് ആർക്കാ പറയാൻ കഴിയ? 1-ാം തരം പള്ളിച്ചാനാ. യാതിയും അതോ ശുദ്ധം ഒക്കെയുള്ള കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. അമ്മാമ്മ മിറ്റത്തിലാത്തുമ്പോൾ ചൂള പാടില്ല. ആരായിരുന്നു എൻ്റെ അമ്മാമ്മ? വീരശൂര പരാക്രമിയേ. അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അമ്മാമ്മ തെക്കേ പറമ്പിലേക്ക് എടുത്തിട്ട് ഇപ്പോൾ കൊല്ലം 40 ആയിരിക്കണു. പക്ഷെ ആ മുഖം എൻ്റെ മുമ്പിൽ ഇപ്പോഴും കാണാം. അന്നൊക്കെ പുരുഷെന്ന് പറഞ്ഞാൽ പുരുഷൻ തന്നെയാ. കൗശലവും 18 അടവും പഠിച്ച കുറുക്കന്മാരൊന്നുമില്ല. ഇപ്പോൾ കൈത്തിൽ ചെയിനും കെട്ടി പെണ്ണുങ്ങളെ നോക്കി ചോര ഒടിക്കണ ഗുണ്ടന്മാരില്ലേന്നു എല്ലായിടത്തും. നേരെ ചൊവ്വിന് ഒരുത്തനെ കാണുക. മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അതൊക്കെ ഇഷ്ടണ്ട്. ഇന്നാളൊരു സുമ്മ ഓടി വന്ന് പറയാ, ജാനുമേ നിങ്ങൾ ഉടനെ TV വെക്കണം, അതിന് ഇഫ്താർ പാർട്ടികൾ കാണിക്കുന്നുണ്ട്. ഇഫ്താർ പാർട്ടിയോ? അതെന്തൂട്ടാന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാ, കാശുള്ളവരെ ക്ഷണിച്ച് വരുത്തി ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും കോഴിക്കറി മീൻ വറുത്തതും നെയ്ച്ചോറും പായസവും കൊടുക്കണതാ ഇഫ്താർ. ഹിന്ദുക്കളാ ഇഫ്താർ കൊടുക്കുക? ജോനോമാരും കൊടുക്കുമായിരിക്കും. കൂട്ടത്തോടെ പരിവാരിയായി ഇരുന്ന് എല്ല് കടിച്ചു പൊട്ടിക്കുക. എന്തിനാ നേരെ TV ഇതൊക്കെ കടിക്കണത്? കാശില്ലാത്തവരെ കൊതിപ്പിക്കാനാ. പണ്ടൊക്കെ സാധുക്കൾക്കാ കഞ്ഞി സാമ്പാറും ഉപ്പുമാങ്ങയും കൊടുക്കുക അവരുടെ വിശപ്പടക്കാൻ. കൊടുത്തിട്ട് കിട്ടണ പുണ്യം വേണം ചിട്ടാ കഞ്ഞി പാർച്ച നടത്തിയാർന്നത്. കോടീശ്വരന്മാരെ അവരുടെ ഭാര്യകളെയും വിളിച്ച് പള്ള പൊട്ടണവരെ തീറ്റിട്ട് എന്ത് പുണ്യം കിട്ടുക? ദൈവത്തിൻ്റെ ശാപം കിട്ടും അത്ര തന്നെ. യുദ്ധത്തിൽ മരിക്കണ കുട്ടികളുടെ രൂപവും ചിലപ്പോൾ TV കാണിക്കും. മുറിഞ്ഞു പോയ കുഞ്ഞിക്കൈയും കുഞ്ഞിക്കാലും ഒക്കെ കാണിക്കും. അതൊന്നും മറക്കാൻ വയ്യ. അപ്പോഴാ മന്ത്രികളും കോടീശ്വരന്മാരും കിണ്ണം മടിയിൽ വെച്ച് വായും തുറന്നു വെച്ച് ഇറച്ചിയും ചോറും വാരി തിന്നണ്. കണ്ടോർക്ക് അസൂയൊന്നും ശേഷം തോന്നില്ല. നേരെ എണീറ്റ് പോയി ഛർദ്ദിക്കും അത്ര തന്നെ. ഭഗൻ എന്നൊരസുരനെ പറ്റി കേട്ടിട്ടില്ലേ? അതിൻ്റെ സ്വഭാവം ഈ പറഞ്ഞ പ്രമാണികൾക്ക് ഓരോരോ ഹോട്ടലിൽ കയറി ഇറങ്ങും. ഞാൻ ചോദിക്കട്ടെ നായരെ, വെറ്റൊക്കെ തീറ്റിയിട്ട് ആർക്കാ ഗുണം? പുണ്യം കിട്ടില്ല? നോമ്പ് നോറ്റ് വരണ ജോനോമാർക്ക് കിട്ടിയ പുണ്യവും കയ്യിൽ നിന്ന് പോവും. കാശുള്ളവരെ ഇറച്ചി നെയ്ച്ചോറും ബിരിയാണിയും തീറ്റിയിട്ട് പുണ്യം കിട്ടുക ഇല്ല. ഇതൊക്കെ പാപാ, പുണ്യല്ല. ഇക്ക് പഠിപ്പില്ലായിരിക്കാം, പക്ഷെ തെറ്റും ശരിയും ഇക്ക് മനസ്സിലാവും. മന്ത്രികളെ ഒക്കെ കേടുവരുത്താനുള്ള പണിയാ. അവറ്റയുടെ വ്രതവും മുടങ്ങും. ദൈവത്തിന് അവറ്റ കണ്ടുകൂടാണ്ടേ ആവും. ദൈവം പറയും, തീറ്റി ഭണ്ഡാരങ്ങൾ ഇവറ്റിയ സ്വർഗത്തിൽ ആരും ഇത്താൻ സമ്മതിക്കില്ലാന്ന്. ഹോട്ടലിൽ നിന്ന് 50,000 ലക്ഷവും കൊടുത്ത് വരുത്തണ ബിരിയാണിയും പത്തിരിയും ഒക്കെ സാധുക്കൾ താമസിക്കണ കോളനിയിൽ കൊണ്ടു കൊടുത്താൽ സ്വർഗം തുറന്ന് കിട്ടും. ദൈവത്തിൻ്റെ മോഹം അതല്ലേന്നോ? ദൈവത്തിൻ്റെ മോഹം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന് കോൺഗ്രസും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, എല്ലാം വെറും മനുഷ്യരാ. മന്ത്രി ആയാലും മനുഷ്യനാ. മന്ത്രി ദൈവമൊന്നാവില്ല.
നേരം വരുമ്പോൾ ആസ്പത്രിയിൽ കിടന്ന് മരിക്കും. അയ്യോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കയ്യും കാലും കുടഞ്ഞ് ചാവും. അത്ര തന്നെ. ഇഫ്താർ ഇക്ക പേര് കേൾക്കുമ്പോൾ തന്നെ കാലിൻ്റെ അടി ഇന്നൊരു വിറയല. ആര് ചത്താലും നമുക്ക് ചേതല്ല, നമുക്ക് ബിരിയാണി തിന്നാം. അത് അവരുടെ വാവം. കാലം മാറി നായരേ, കലിയാലം. ഭൂമിക്ക് കണ്ടകശനിയാ. ഇക്ക് ജ്യോതിഷമൊന്നും അറിയില്ല, കവടി നിരത്താനും അറിയില്ല. അതൊക്കെ പഠിച്ചു വെച്ചിട്ട് എന്താ കാര്യം? 10 ഉറുപ്പ്യ കൊടുത്താ ഓടി വരില്ലേ ജ്യോത്സ്യന്മാര്? കവടി നിരത്തിൽ അവറ്റയുടെ വയറ്റിപ്പഴപ്പല്ലേന്നു. ഓരോരുത്തരും അവനാൻ്റെ ജോലി ചെയ്യുക, ബാക്കിയുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ ഇടാൻ പാടില്ല. ഓ, എൻ്റെ ബുദ്ധിയെപ്പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കണ്ട. ഇക്ക് കണ്ണു പറ്റും. ഒടുവിൽ ഞാൻ വല്ല പ്രാന്തത്തിയുമായാലോ? അപ്പോൾ എന്നെ കുട്ടികൾ കുതിരോട്ടത്തേക്ക് കൊണ്ടുപോകും. ഇക്ക് മോഹ കമലൂട്ടി അമ്മയുടെ കൂടെ നിൽക്കാനാ. അവിടെ താമസിച്ച് ഒടുവിൽ സമാധാനമായി കണ്ണടയ്ക്കണം. ബാക്കി ആരാ എന്നെ സ്നേഹിച്ചെടുക്കണേ? ആരുമില്ല. ഓരോ കാര്യം നേടാൻ വേണ്ടി ഒരു കൂട്ടം നാടകം കളിച്ചു. അമ്മേ അമ്മമ്മേ എന്നൊക്കെ വിളിച്ചു. എൻ്റെ കയ്യിലെ കാശ് കിട്ടാൻ വേണ്ടിയാ. ആദ്യക്ക് ഇഷ്ടമുണ്ട്. ഇന്ന ആർക്കും വേണ്ട. എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട അസ്തക്കള്. ഇപ്പോൾ അതൊന്നും പറയണില്ല, സമയം വരുമ്പോൾ പറയാ. പൊറാട്ടുകളി എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് എനിക്ക് ഇഷ്ടമുണ്ട്. നിങ്ങൾ കുറച്ച് കാക്കുന്നവരെ. ഞാൻ ഒരു ബോംബ് പൊട്ടിക്കാൻ പോവുക. ചിലപ്പോൾ എൻ്റെ കാര്യം പേപ്പറിലും വരും, എൻ്റെ ഫോട്ടോയും പേപ്പറിൽ വരും. നിങ്ങൾ നോക്കിക്കോളോ. ഏടുമാഷോട് ഞാൻ പറഞ്ഞെടുക്കണു. അയാൾ ചോദിക്കുക, എപ്പോഴാ ജാനുവമ്മ നിങ്ങൾ ആ ബോംബ് പൊട്ടിക്കുക? ബോംബ് പൊട്ടിക്കുമ്പോൾ നമ്മുടെ നാട് അപ്പടി കുലുങ്ങും. ഈ നാട്ടിൽ താമസമുള്ള എല്ലാ പ്രമാണികളെ എനിക്കറിയാം. അവറ്റ ചെയ്തടക്കണ ഓരോ പാവമൊക്കെ ഇഷ്ടമുണ്ട്. അതൊക്കെ ഞാൻ മണി പോലെ പറഞ്ഞാൽ നമുക്ക് അവറ്റ അപ്പടി തൂങ്ങി ചത്തൂന്ന് കേൾക്കാം. തിരുവിതാംകൂറിൽ നിന്ന് ചിലപ്പോൾ ഇന്നെ കാണാൻ ഒരു പത്രക്കാരൻ വരാറുണ്ട്. ന്യൂസ് പിടിക്കാനാ വരവ്. ഞാനും ന്യൂസ് പിടിക്കും. അതുകൊണ്ടാ ഞാൻ പറയണത്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മന്ത്രിയോളൂ പ്രമാണിയോളൂ തലയിൽ തോർത്തിട്ട് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ കെട്ടി തൂങ്ങി ചാവണം. ഇക്ക അവറ്റേർത്തോണ്ട് ഇക്ക് തൂക്കൊന്നും വരില്ല. പാവിയോട് ചത്തോട്ടെ. ഈ ഭൂമിയിൽ സജ്ജനങ്ങൾ മാത്രമായ നമുക്ക് എല്ലാവർക്കും സുഖാവില്ലേ? പെൺകുട്ടികൾക്ക് തൊയിരം കിട്ടും. രാത്രി അവറ്റയ്ക്ക് കണ്ണുടച്ചുറങ്ങാലോ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. 22ാമത്തെ കഥയാണ്. നമ്മുടെ ഏടുമാഷ് ഇന്നലെ എന്നോട് പറയുക, പ്രധാനമന്ത്രി മാറണോ മുഖ്യമന്ത്രി മാറണോ എന്നാലേ ഈ നാട്ടിലുള്ളവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയൂന്ന്. നിങ്ങളുടെ ഓരോ പേച്ച് കേട്ടാൽ പോലീസുകാർ വന്ന് ജയിലിലേക്ക് എത്തുന്നു ഞാൻ പറഞ്ഞു. പോലീസുകാർ വെളിച്ചപ്പാട് തുള്ളണത് പോലെ തുള്ളി തുടങ്ങിയിട്ട് 5-6 മാസമായി. കിട്ടിയാരെ പിടിച്ച് തല്ലും, മൂത്രം കുടിപ്പിക്കും, തീട്ടം തിന്നിക്കും. TV-യിൽ ഒരാൾ പറഞ്ഞു, വെളുത്തോരെ മാത്രമേ തീട്ടം തിറ്റിക്കൂന്ന്. എൻ്റെ അടുത്ത് കറുത്തോര് ജനിച്ചിട്ടില്ല. പോലീസുകാർക്ക് ആണും പെണ്ണും വ്യത്യാസമില്ല. എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയി വയറ്റത്ത് ചവിട്ടും. കുടലുമാല അപ്പടി ചതയൂലേ? വായിൻ്റെ ഉള്ളിൽ കൂടെ ചോര വരൂത്രേ. എന്നിട്ടാ ചാവുക. ചത്താ പിന്നെ കുറച്ചു ദിവസം കേസും കൂട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ പോലീസുകാരെ സർക്കാർ രക്ഷിക്കൂലോ? അവറ്റെ ആരും ജയിലിൽ കയറ്റില്ല. പോലീസിൽ ചേർന്ന തല്ലാനും കൊല്ലാനും സർക്കാരിൻ്റെ സമ്മതവും കിട്ടും. പോലീസിനെ പറഞ്ഞ മന്ത്രികളൊക്കെ ഈറ. പറഞ്ഞോരോ കയറ്റും ലോക്കപ്പിൽ. അതൊക്കെ ഇഷ്ടമുണ്ട്. ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് ഒരു ഭാഗത്ത് ഉണ്ടാണ്ടിരിക്കുക നല്ലത്. ആയുസ് വേണമെങ്കിൽ ഉണ്ടാണ്ടിരിക്കുകയാണ്. മാഷേ ഞാൻ പറഞ്ഞതാ, ഒന്നിനും കൊള്ളാത്തവനായി ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? ജാനുവമേ അയാൾ എന്നോട് ചോദിക്കുക. ഏടുമാഷ് സാധാരണ മാഷുമാരെ പോലെയൊന്നുമല്ല, നല്ല ബീവരുള്ളവനാ. ഇംഗ്ലീഷ് മണി പോലെ പറയൂ. എന്നോട് ഇംഗ്ലീഷ് ഒന്നും പറയില്ല. പക്ഷെ ഇന്നാൾ ഒരു ദിവസം നമ്മുടെ സ്കൂള് ഡാൻസും പാട്ടും ഒക്കെ നടത്തിയപ്പോൾ വന്ന മദാമ ഓർമ്മയില്ലേ? എല്ലിച്ചിട്ട് ചോന്ന മുടിയൊക്കെ ആയിട്ട്. ആ മദാമയോട് നമ്മുടെ ഏടുമാഷേ സറന്ന് ഇംഗ്ലീഷിൽ തുടങ്ങി. എല്ലാവരും അപ്പം കൊണ്ടാണ്ടായി. ഏടുമാഷ മദാമയ്ക്ക് വലിയ കാര്യമായി. മടങ്ങി പോയിട്ട് ഒരു പുസ്തകം അയച്ചു കൊടുത്തു അത്രേ. അതിന് പകരം കുറച്ച് കാശ് അയച്ചാൽ മതിയായിരുന്നു എന്ന് മാഷ് പറഞ്ഞു. കാശ് കിട്ടിയ ഗുണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏടുമാഷിൻ്റെ വീട്ടിൽ അപ്പടി ചോർച്ചയാ. മഴ വന്നാൽ നിലത്ത് 5-8 ബക്കറ്റ് വെക്കണം എന്നുള്ള സ്ഥിതിയാ. ഓടുമൊക്കെ മാറ്റി ടെറസാക്കണം എന്ന് അയാൾ പറയുന്നത്. വദാമ എഴുതിയ പുസ്തകം അത്രേ. പുസ്തകം കൊണ്ട് തട്ടിൻ്റെ ചോർച്ച പോയില്ലല്ലോ. ഏടുമാഷക്ക് നല്ല ശമ്പളം അതിക്കിച്ചുണ്ട്. പക്ഷെ എല്ലാ പ്രാരബ്ധം അയാളുടെ തലയിൽ വെച്ചെടുക്കുക. പെങ്ങന്മാരുടെ പിള്ളേർക്കും ഫീസ് കൊടുക്കണത് ഏടുമാഷ.
പെങ്ങന്മാരെ വെച്ചാൽ കൊല്ലം തോറും വെറ്റ് കൂട്ടുന്നുണ്ട്. എപ്പോൾ വരുമ്പോഴും പറയണത് കേൾക്കാം, തങ്കമണി വെറ്റ് പെൺകുട്ടിയാ, അല്ലെങ്കിൽ മീനാക്ഷി വെറ്റ് പെൺകുട്ടിയാ. അപ്പോൾ കാശ് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഏട് കാശൊക്കെ ഒരു തോയം. പണം അയക്കില്ല എന്ന് പറയാൻ വലിയ മടിയാ. മാഷ് ഇപ്പോൾ താടിയും പഠിക്കണില്ല, പിശുക്കി പിശുക്കി കാശ് സമ്പാദിക്കാവും. ഇത്ര സാത്വികനായിട്ട് വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആണായാൽ കുറച്ച് മിടുക്ക് വേണം, 1-2 അടവ് പഠിച്ചു വെക്കണം. അല്ല നായരെ, സാമർഥ്യമുള്ളവരൊക്കെ ദുബായി പോയി കാശ് സമ്പാദിക്കുക. തള്ളയും തന്തയും ചാവാൻ കിടക്കുമ്പോൾ വെള്ളം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. ഒന്നുപോലെ കാശ് വേണ്ട, മക്കള് നാട്ടിൽ തന്നെ ഓടട്ടെന്ന് നിശ്ചയിക്കണം. എന്നാൽ അവരുടെ മുഖത്ത് നോക്കി കണ്ണടയ്ക്കുക. അല്ലെങ്കിൽ മക്കൾ ദുബായിന്ന് അയക്കണ കാശ് കൊടുത്ത് ആശുപത്രിയിൽ മുറിയെടുത്ത് അവിടെ കിടന്ന് മൂക്കിലും മൂത്രത്താരത്തിലും റബ്ബറിൻ്റെ കുഴലും തിരിക്കി ചാവാം. എന്താ വേണ്ടെന്ന് നിശ്ചയിക്കുക. 2 വഴി നന്നല്ല. മനുഷ്യനായി ജനിച്ചു പോയില്ലേ, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുക. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ നായരെ? ചിലപ്പോൾ തോന്നും മനുഷ്യജന്മം വേണ്ടിയില്ലായിരുന്നു. പശുവായി ജനിക്കായിരുന്നു, നേരത്തിന് കാടിയും വെക്കോലും കിട്ടൂലോ. ഒടുവിൽ കറവ പറ്റുമ്പോൾ ആർക്കാൻ കൊടുക്കുമായിരിക്കും. എൻ്റെ കണ്ണ് നിറയണ കണ്ടോ. എനിക്ക് ദുഃഖം വന്നാൽ കരയാണ്ടേ പറ്റില്ല. കരഞ്ഞ് ചിലപ്പോൾ എൻ്റെ ചെന്നിക്കുത്ത് തുടങ്ങും. അപ്പോൾ തുളസിയുടെ ഇലയും ചന്ദനവും കൂട്ടി അരച്ച് നെറ്റിയിലിടും. മാറുമെന്നോ? മാറില്ല, കുറച്ച് സുഖം കിട്ടും, അത്ര തന്നെ. കിടക്കാപ്പുറത്ത് കിട്ടുമായിരിക്കും. ഞാൻ കഴിക്കില്ല ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോപ്പൊടിയും ഒന്നും. എൻ്റെ ശരീരത്തിന് അതൊന്നും പറ്റില്ല. ഡോക്ടർമാർക്ക് കൊടുക്കണ കാശ് ലാവായി. ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഞാൻ എന്താ വാങ്ങിക്കാന്ന് അറിയോ? ഓരോ പണത്തൊക്കെ സ്വർണത്തിന് വില കുറയില്ല, അതൊക്കെ ഇഷ്ടമുണ്ട്. പണയം വെച്ചാൽ ഒരാവശ്യം വരുമ്പോൾ കാശും കിട്ടും. ഞാൻ എപ്പോഴും സുനിയോട് പറയും, നീ ഇനി ചുരിദാർ വാങ്ങണതിന് പകരം സ്വർണം വാങ്ങുന്നു. ഒരാവശ്യം വരുമ്പോൾ ചുരിദാർ പണയം വയ്ക്കാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വർണം വാങ്ങാൻ. സ്വർണ്ണം ഇല്ലാത്ത പെണ്ണിന് വല്ല വിലയുണ്ടാവും. കയ്യിലും കാതിലും ഒക്കെ ഉള്ള പെണ്ണുങ്ങൾക്കല്ലേന്നും വേഗം സ്വയംവരം നടക്കണ്. ഇപ്പോൾ വരവിൻ്റെ മാലയും വളയും ഒക്കെ കിട്ടൂത്രേ. കണ്ടാൽ സ്വർണം പോലെ തന്നെ തിളങ്ങും. പക്ഷെ കല്യാണം ഉറപ്പിക്കുമ്പോൾ ചെക്കൻ്റെ കൂട്ടര് തട്ടാനേയും കൂട്ടിയല്ല വരുന്നത്. കാലം ചീത്തയാ, ആരെയും വിശ്വസിക്കാൻ വയ്യ. അതാ തട്ടാൻ എല്ലായിടത്തേക്കും എഴുന്നള്ളിക്കണ്. മാറ്റി നോക്കാൻ ഒരു കറുത്ത കല്ലുണ്ട് പരന്നിട്ട്, സ്ലേറ്റിൻ്റെ കഷ്ണം പോലെയാ. അയിമൽ ഉരച്ചിട്ടാ മാറ്റി നിശ്ചയിക്കണത്. ഞാൻ ഇതൊക്കെ എന്നേ പഠിച്ച്. നാലപ്പാട്ട കിഴക്കേക്കോലായിൽ തട്ടാൻ നാരായണൻ നെരിപ്പോടും വെച്ച് പുലർച്ചെ തൊട്ട് അന്ത്യാണോ വരെ ഇരുന്നായിരുന്നു. കുട്ടിക്ക് രൂപം കുത്തി വള ഉണ്ടാക്കിയത് നാരായണനാ. കറുപ്പൻ്റെ മോനാ നാരായണൻ, ശിവരാമൻ്റെ അനിയനാ. നാരായണൻ്റെ കണ്ണിന് സൂക്ഷ്മമില്ല, പക്ഷെ പണി അതിവിശേഷ. എൻ്റെ അടിക ഉണ്ടാക്കിയത് നാരായണനാ. വെള്ളക്കല്ല് വെച്ച പതക്കോ. അന്നൊക്കെ കൂലി നിസാരായിരുന്നു, 4 ഉറുപ്പ്യ, അത്ര തന്നെ. നാരായണൻ അശേഷം പണക്കൊതി ഉണ്ടായിരുന്നില്ല. പണി വിശേഷമാവണം, അതേ മോഹമുള്ളൂ. പാവം മരിച്ചുപോയി. ഇപ്പം കിട്ടണ മാലയും വളയും ഒക്കെ ആരാ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ട? മിഷ്യനാ, മനുഷ്യനല്ല. തട്ടാമാരെ ജന്മം കാണില്ല. മഷിക്കണ്ണാടിയിൽ നോക്കിയാലും കൂടി തട്ടാമാരെ കാണില്ല. മഷിക്കണ്ണാടിയാ? നിങ്ങൾ കണ്ടിട്ടില്ല നേരെ? നാലപ്പാട്ടെന്നാണ് ഞാൻ കണ്ടത്. കറുത്ത ചില്ല, അതിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച ഒരു കൂട്ടം രൂപങ്ങൾ കണ്ടുടന്നു. ചെയിൻ മോഷ്ടിച്ച ആളെയും കാണും, സ്വയം പൂതക്കണ്ണാടി പൊട്ടിയോ ഒക്കെ ശല്യ. വരാൻ പോണ കാര്യങ്ങൾ അറിയാം, ആർക്കും മോഹമില്ല. കഴിഞ്ഞ കാര്യങ്ങളും അറിയണ്ട. ഇപ്പോൾ മനുഷ്യൻ അപ്പപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത്. അതൊക്കെ TV-യിൽ കാണുകയും ചെയ്യും. മന്ത്രിയോട് ഒരു കൂട്ടം പേച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണാം. പോലീസന്മാർ മേപ്പെട്ട് നോക്കി വെടി വെക്കണതും ഒക്കെ കാണാം. ഈ കേസറി കണ്ടാൽ മതി. ബിജു വട്ടപ്പാറ എഴുതണ വാക്കോളാ, എൻ്റെ മനസ്സിൽ തട്ടണ വാക്കോളാ. എനിക്ക് സിദ്ദിഖിനെയും കാണണ്ട, വീനാൻ്റണീനെയും കാണണ്ട. എനിക്ക് ആ ബിജുവിനെ കണ്ടാൽ മതി മിടു കൊടുക്കാൻ. എത്ര ജനങ്ങൾ അയാളുടെ വാക്കോള് കേട്ട് കരയണ്. അന്ത്യമായാൽ തുടങ്ങും മൂക്ക് ചീറ്റിലും കരച്ചിലും മുറവിളി. ആരാണ്ട് ചത്തുന്നാ തോന്നാം. ജാനു അമ്മ വീണ്ടും നമ്മുടെ പത്രാധിപരല്ലേന്ന് മാതൃഭൂമിന്ന് ഇറങ്ങി വരുന്നത്. ഇക്ക് ഒരിക്കണ്ട ആരുടെ മുഖം മറക്കാൻ സാധിക്കില്ല. വെളുത്ത താടി മീശുള്ളവരെ ഇപ്പം കാണാൻ കിട്ടില്ല. എല്ലാവരും തലയിലും താടിയിലും കീല് പോലത്തെ ഒരു പശ തേക്കും. ചെറുപ്പം തോന്നിക്കാനേ
ചെറുവാലിയക്കാരാന്നാ നാട്യം 60-70 ഒക്കെ കഴിഞ്ഞോരാ ചെറുവാലിയക്കാരെ വേഷം കെട്ടണ്. പെണ്ണ് കെട്ടാനാവും. ഏതായാലും ഞാൻ പറഞ്ഞോണ്ട് വരണത് നമ്മുടെ പത്രാധിപരുടെ കാര്യമാണ്. ആദ്യം എന്നെ കണ്ടപ്പോൾ ചോദിക്കുക, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ ജാനുവമ്മേ? നിങ്ങൾ ചെന്നൈ പോയിന്നാ ജനം പറഞ്ഞുകൊണ്ട് നടക്കണ്. ആളാകെ പരാശായില്ലോ എന്ന്. എൻ്റെ ശരീരം തടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ പനിയും സന്ധിവേദനയും തുടങ്ങുമായിരുന്നു. ആദ്യത്തേന് ശകല കരിങ്കണ്ണുണ്ട് എനിക്ക് സംശയം. പക്ഷേ ആള് സാത്വികനാ. ദിവസം അമ്പലത്തിൽ പോയി തൊഴുതി ചന്ദനക്കുറി തൊടണ മനുഷ്യനാ. നായരായ കുറി തൊടണം. ഇപ്പോൾ നായന്മാരും തൊടാറില്ല. ചന്ദനവും കളവോ മേത്തൊക്കെ പൗഡർ ഇടൂ, അത്ര തന്നെ. സിനിമ എത്ര കഴിയുന്ന എന്നോട് എല്ലാവരും ചോദിക്കണ്. സിനിമ തുടങ്ങാറായിന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ തിലകനും MS തൃപ്പൂണിത്തുറയും ഒന്നുമല്ല കൂട്ടായിട്ട് കഥാനായകനായിട്ട്. ഞാൻ കഥാനായിക, ദിലീപാ കഥാനായകൻ. പ്രായത്തിന് വ്യത്യാസം ഉണ്ടെന്നാ? അതുകൊണ്ടെന്താ, എനിക്ക് നല്ല ചേർച്ചയാ. ഇന്ത്യ അത്ര ഒന്നും അറിയില്ല. സാരില്ലാന്നേ. തളക്കം കണ്ടില്ലേ? സുനി ഇന്നേ സിനിമ കാണാൻ കൊണ്ടുപോയി. മീച്ച വടിച്ച് ഒരു വരവാ. എനിക്ക് പഴയ നടന്മാരി ഒന്നും ഇപ്പം കണ്ടോടാ. എല്ലാവരോടും കാശിക്ക് പോവാൻ പറയണം. കാശി രാമേശ്വരം ഒക്കെ കണ്ടിട്ട് മടങ്ങട്ടല്ലേ. ഞാൻ കാശിക്കൊന്നും പോയിട്ടില്ല. എനിക്ക് കാശി പോവാ ശേഷം മോഹമില്ല. മേലാസകലം ഭസ്മവും പൂശി ശ്രീകോവിൽ പോയി നിൽക്കണ ജാതിയോള കണ്ടിട്ടില്ലേ? തൊള്ള വിളിച്ച് ഭഗവാനെ വിളിക്കണത് കേൾക്കാം. മടിയിൽ വെച്ച് പേരിട്ടു എന്നാ ഭാവം. പറയുമ്പൊക്കെ തോന്നണത് കമലുട്ടിയമ്മയുടെ വല്യമാമനെയാ, നാരായണ മേനോൻ. എപ്പോൾ നോക്കിയാലും ചാരു കസാലയിൽ ഇരുന്ന് ഓരോന്ന് കുത്തി ഉറുക്കും അദ്ദേഹം. നാലപ്പാട്ട കുട്ടിയോളെ മടിയിൽ വെച്ചിട്ടാ പേരിട്ടത്. കമലൂട്ടിയമ്മയുടെ മോനില്ലേ, നമ്മുടെ മോനൂട്ടനെ ചിന്നക്കുട്ടനെ അമ്മാമൻ തമ്മിയാ പേരിട്ടത്. കുരുത്തോൻ ചമ്മാന്തരം ഉള്ള കുടുംബത്തിലല്ലേ കമലൂട്ടിയമ്മ ജനിച്ചത്. ശരിക്കുള്ള മേത്തച്ചിയാവാൻ ഇജ്ജന്മം 36 കഴിയുവാ. തലയിൽ തട്ടവും കാതിൽ ചുറ്റു വിട്ട നായന്മാരെ ശ്രീത്തം പോവോ? ഇല്ല, അത് ഇജ്ജമ്മ പോവില്ല. നായരന്നെയാ മുന്തിയ ആദി. ഇറച്ചിയും മീനും തിന്നൂടാ, അത്ര തന്നെ. പട്ടന്മാരും ഇറച്ചി കഴിച്ചു തുടങ്ങിയെന്ന് അമ്മയാരുടെ വീട്ടിൽ പാത്രം കഴുകണ കുട്ടി പറഞ്ഞത്. വിശ്വസിക്കാൻ വിഷമല്ലേ? ഇനി ഇതിലപ്പുറവും കേൾക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തിൽ യുദ്ധം ഉണ്ടാവും ഇത്രേ. അമേരിക്കക്കാരുടെ സൂത്രങ്ങളാ ഇവിടുത്തെ സ്വത്തൊക്കെ കൊണ്ടുപോവാൻ. ഞാൻ എത്ര സായിപ്പന്മാരെയും മതാമാരെയും കണ്ടിരിക്കണു. അവറ്റിക്കൊക്കെ ചോറും പുളിശ്ശേരിയും വെച്ച് കൊടുത്തിരിക്കണു. മാങ്ങാ പുളിശ്ശേരി അമേരിക്കക്കാർക്ക് പ്രിയ. ചന്ദ്രക്കാരെന്ന ചെറിയ മാങ്ങയുടെ പേര് കിടുക്കാ മാങ്ങ എന്നാ ഞാൻ വിളിക്കുക. അത് കിട്ടാൻ വിഷമാ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മല്ലേ? പട്ടന്മാരും കൂടി ഇറച്ചി മീനും കൂട്ടണ കാല കലിയുഗല്ലേന്നോ. ഓമ്പിട്ട് കൊല്ലും നമ്മളെയൊക്കെയും. പെണ്ണുങ്ങളുടെ കയ്യിലും കഴുത്തിലും കിടക്കണ പൊന്നില ഇപ്പം അമേരിക്കക്കാരുടെ കണ്ണ്. എനിക്ക് പേടിയൊന്നുമില്ല. യുദ്ധം കാണാത്തോളല്ല ഞാൻ. എന്ത് കേട്ടാലും ചുട്ട മറുപടി കൊടുക്കുക. ഇക്കിന്ന് കഴിയും. വോമ്പ അതൊന്നും എനിക്ക് വാങ്ങാൻ വയ്യ. ഒരു വോമ്പ് വാങ്ങണ കാശോണ്ട് 2 പശുവിനെ വാങ്ങിക്കൂടെന്നു. കുടിക്കാനും പാല്, വിൽക്കാനും 6-7 നാഴി പാല്. ഇതിൻ്റെ തൊഴുത്തിൽ ഇപ്പോൾ പശു ഇല്ല. ഒരാടും കൂടി ഇതിൻ്റെ അടുത്തില്ല. പശുവിന് കാടി കൊടുക്കാൻ ആർക്കാ സമയമോ? ആടിന് പിലാവില കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ അത് ചത്തു പോവില്ലേ? എല്ലാവർക്കും ജോലിയാ. എല്ലാവർക്കും ബസ് പിടിക്കണോ ഓട്ടോ പിടിക്കണോ. എനിക്ക് വയ്യാണ്ടായി. പണ്ടത്തെ തടിമെടുക്ക് ഇല്ലാണ്ടായി. പുകല തിന്നു, പുകലില്ലാത്ത കാപ്പി കുടിക്കൂ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. ചോറ് കിട്ടിയില്ലെങ്കിലും ഉക്കി കഴിയാം. കാപ്പി വേണം, പഞ്ചാര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കരിപ്പെട്ടി മതി. പുകല തിന്നാണ്ടേ പറ്റില്ല. പുകല ചക്കം കൊണ്ടുവരും. ആ പതിവ് ഓൻ തെറ്റിക്കില്ല. സ്ഥായിയുള്ളവനാ ഓൻ. വലിയ പഠിപ്പൊന്നുമില്ല. പക്ഷെ ദിവസവും ദേശാഭിമാനി വായിക്കും. എനിക്ക് വിവരമൊക്കെ പറഞ്ഞു തരൂ. കള്ളുകൊടി വീട് വലിയ ഒന്നും ശീലിച്ചിട്ടില്ല. ഇനി പെണ്ണ് കെട്ടിയ ആൾ മാറുമോ? അതൊക്കെ ശരിയാ. ജാനു അമ്മയ്ക്കും വിധവാ പെൻഷൻ. ആ വയസ്സന്നായിരില്ലേ വടിയും കുത്തി ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ മനുഷ്യൻ. അയാൾക്ക് വയസ്സുകാലത്ത് പ്രാന്തിളകി നക്കി തോന്നണ്. അയാൾ ചോദിക്കുക, ഉമ്മടെ കമലൂട്ടിയമ്മ ഇല്ലേ പൊന്നുംകൊടോ? കമലൂട്ടിയമ്മ ഒരു അറബീനെ സ്വയംവരം ചെയ്ത് അയാളുടെ കൂടെ അറബിയക്ക് പോയോന്ന്. കമലൂട്ടിയമ്മയുടെ സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ? അതിന് ഉമ്മർത്ത് വന്നിരിക്കാനും കൂടി വയ്യ. ഞങ്ങൾ ആരെങ്കിലും അതിനെ താങ്ങണം. ക്യാൻസറാ? ക്യാൻസറൊന്നുമല്ല, ഷുഗറിൻ്റെ അതെണ്ണ. കാലുമ്മൽ അവിടെ നീരാ.
കാലമൊക്കെ വെടക്കായി നീലച്ചോണ്ടിരിക്കണു. പണ്ടത്തെ ആളെവിടെ, ഇപ്പത്തെ ആളെവിടെ? എനിക്ക് ചിലപ്പോൾ കരച്ചിൽ വരും. ഓരോന്നൊക്കെ ഓർമ്മ വരിക. പണ്ടത്തെ ആളുടെ മുഖം ചൊകാന്നിരുന്നാർന്ന്. ഇപ്പോഴാ വളർത്തുകൊണ്ട് കാണാൻ വയ്യ. പക്ഷെ മൂപ്പത്തിയാരുടെ അമ്മയില്ലേന്നു, നമ്മുടെ വാലാമണിയമ്മ. അവരുടെ കിടപ്പ് കണ്ട. കമലൂട്ടിയമ്മ ചെറുവാലുകാരിയല്ലേ. ഇപ്പോഴും മനസ്സിൽ തോന്നിയതൊക്കെയും പറയാലോ. മൂപ്പത്തിയാർക്ക് ആരെയും പേടിയില്ല. സത്യമൊക്കെയും തുറന്നു പറയും. അതുകൊണ്ടല്ലേന്നും ഇപ്പോൾ ശത്രുക്കൾ കൂടിയത്. എവിടെയാ ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എനിക്ക് ശത്രുവിൻ്റെ പേരറിയില്ല. എവട്ടാ നോക്കിയാലും ശത്രുക്കളാ. വിഷപ്പാമ്പെന്ന് കേട്ടിട്ടില്ലേ? അതുപോലുള്ള ജന. കമലൂട്ടിയമ്മയെ തരം കിട്ടിയ വിഷം കൊടുത്ത് കൊല്ലാൻ തപസ്സിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കമലൂട്ടിയമ്മയ്ക്ക് ഓരോരുത്തർ കൊണ്ടുവരുന്ന അലുവയും കേൾക്കും നാരങ്ങയും ഒന്നും 36 തൊട്ട് നോക്കില്ല. ഞങ്ങൾക്കൊക്കെ വേണമെങ്കിൽ തിന്നാം, അല്ലെങ്കിൽ തൂരക്കിടാം. എങ്ങനെയാ ഈ വിശേഷപ്പെട്ട കേക്കൊക്കെ ദൂരക്കിടുക? ആ പോലീസുകാരല്ലേ ഒരു സലീം, ആള് സാത്വികനാ, നേരുന്നറിയൊക്കെ ഉണ്ട്. അയാൾ പറയാ നിങ്ങൾ കഴിച്ചോളി, ഉമ്മക്ക് കൊടുക്കണ്ടാന്ന്. അയാൾ ഉമ്മന്നാ വിളിക്കുക. ജോനോമാർ കമലൂട്ടിയമ്മയെ ഉമ്മാന്നേ വിളിക്കുള്ളൂ. കമലൂട്ടിയമ്മ അവറ്റയുടെ സ്വജാതി പെട്ടതാന്ന വിചാരം. നമ്മുടെ ജാതിക്കാർ അമ്മാന്ന് വിളിക്കും. എന്ത് വിളിച്ചാലും കമലൂട്ടിയമ്മ വിളി കേൾക്കും. വയസ്സായപ്പോൾ പഴയ ദേഷ്യമൊക്കെ പോയിട്ടാ. എന്ത് കേട്ടാലും ഒരു കുലുക്കവും ഇല്ല. നാളെ ഒരു ദിവസം ഇവിടെ വന്ന ഒരു പെണ്ണ് എന്നോട് ചോദിക്കുക, അമ്മയ്ക്ക് ഓർമ്മശക്തി ഇപ്പോഴും ഉണ്ടോയെന്ന്. ഓർമ്മശക്തി പോയി കിട്ടിയ കമലൂട്ടിയമ്മയ്ക്ക് സുഖമായി. കരയുണ്ടല്ലോ, ഓരോന്ന് ഓർത്തിട്ടല്ലേ അത് കിടന്ന് കരയണ്. കൂടെ അന്ത്യം ഉറങ്ങിയവർക്കല്ലേ രാപ്പരി അറിയുള്ളൂ. ഞങ്ങൾക്കൊക്കെ നല്ല നിശ്ചയുണ്ട്. 36രുടെ ചിരി സന്ധ്യ ആകുമ്പോൾ നിൽക്കും. പിന്നെ ഒറ്റയ്ക്ക് കിടന്ന് കരച്ചില്ല. എന്നോട് ഇവിടെ നടക്കണ വിശേഷം ചോദിക്കാൻ ഒരിക്കേ വരൂ. ഞാനപ്പോൾ ആട്ടി ഓടിക്കും, അത് തീർച്ചയാ. ബാക്കിയുള്ളവരുടെ വീട്ടിലെന്താ വിശേഷം ഞാൻ ചോദിക്കും. പേപ്പറും പെട്ടിയും കൊണ്ട് വരണ യാദിയോള് അപ്പോൾ എങ്ങോട്ടും ഇല്ലാണ്ടാവും. നേരെ ചൊവ്വിന് ഊണും കൂടി കഴിക്കണില്ല പാവം. ഓർലിസ് കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാന്ന്, ജാനോമ ഓർലിസ് കഴിക്കാൻ പാടില്ല, ഇക്ക് പ്രമേഹന്ന്. കഞ്ഞിയുടെ വെള്ളം തേങ്ങാപ്പാൽ ഒഴിച്ച് നിത്യം കുടിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. 36 ഒന്നിലും താല്പര്യമില്ല. എനിക്കിനി ജീവിക്കണ്ടെന്നാ 36 പറയണ്. അതിൻ്റെ മൂപ്പല്ലേ ഈ ഞാൻ. 8 or 10 വയസ്സിൻ്റെ മൂപ്പിക്കുണ്ട്. പക്ഷെ എനിക്ക് ചാവാശേഷം ആഗ്രഹമല്ല. ഞാൻ ചത്താപ്പോൾ എൻ്റെ വള്ളിക്കമ്മലും ഈ വെള്ളക്കല്ല് വെച്ച് അടികയും ഒക്കെ ഊരിയെടുക്കാൻ ഓരോരുത്തർ തക്കം പാർത്ത് കഴിക്കുക. ആരാന്നാ അത് ഞാൻ പറയില്ല. എനിക്ക് ശത്രുക്കൾ വേണ്ട. ചിലപ്പോൾ തോന്നും ഞാൻ ചാവുമ്പോൾ എൻ്റെ വായിൽ തീർത്തൊഴിച്ച് തരാൻ ശത്രുക്കളെ ഉണ്ടാവൂന്ന്. ഞാൻ നായരല്ലേ, ഹിന്ദു. ഇന്നെ കൊല്ലണത് വല്ല ജോനോനോ നസ്രാണിയോ ആവുന്നാ തോന്നണ്. അതല്ല ഇപ്പത്തെ നിയമോ. സ്വജാതി അല്ലാത്തവരോ മടാളം എടുത്ത് വെട്ടിക്കൊല്ല. പോലീസൊന്നും ആ വാതിക്ക് വരില്ല. ആവറ്റിക്ക് മക്കളുണ്ടാവൂലോ. പോലീസിനും ചാവാൻ മോഹമില്ല. ആദിക്കിച്ചുണ്ട് കോൺഗ്രസ്സാ. എനിക്കൊരു പാർട്ടിയില്ല. ഒരു പാർട്ടിയിലും ചേരാണ്ട് എന്നോളം ജീവിച്ചു. ഇനി കുഴിയിൽ കാലിട്ടിരിക്കണ സമയത്ത് എന്തിനാ പാർട്ടിയിൽ ചേരണത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് മന്ത്രിയോളെ കണ്ടുകൂടാ. അവറ്റ കത്തിക്കുത്ത് കണ്ടാലും അവറ്റയുടെ കൂട് വിട്ട് പുറത്തേക്ക് വരില്ല. കള്ളയാദിയോള്. വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റോടത്ത് വന്ന ജനങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പം മന്ത്രിയോളാ. എന്നിട്ടെന്തേ എന്നെ തിരിഞ്ഞ് നോക്കണ്ട. ഞാൻ ഒരുത്തി ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് അവറ്റിക്ക് വിചാരമുണ്ടാ? വിധവാ പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് തിത്താച്ചുമ്മ പറഞ്ഞ്. നമ്മുടെ ജാതിക്കാർക്കും പെൻഷൻ കിട്ടുക? ചോദിച്ചു ചെല്ലാൻ താല്പര്യമല്ല. പിച്ചക്കാരിയൊന്നും അല്ല ഈ ജാനുവമ്മ. അത് മന്ത്രിയോട് മനസ്സിലാക്കണം.